നിങ്ങളുടെ മുൻപിൽ തിരുവെഴുത്തുകളുമായി നിൽക്കുവാൻ ലഭ്യമായ അവസരം സന്തോഷകരമായ ഭാഗ്യകരമായ പദവിയായി ഞാൻ പരിഗണിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം തുടർന്നും ഇന്ന് നാം ചിന്തിക്കാൻ തുടങ്ങുകയാണ്. തികച്ചും ഏകാഗ്രതയോടെ, ഒരു പഠന മനോഭാവത്തോടുകൂടെ, ഒരു വേദവിദ്യാർത്ഥിയുടെ ഹൃദയത്തോടുകൂടെ അല്പമിനിറ്റുകൾ നമുക്ക് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. ഒരു പ്രശസ്തനായ രാജാവ്, കവിഭാഷയിൽ വിരിഞ്ഞതാണ് ആ രാജാവിനെക്കുറിച്ചുള്ള ചിത്രം. അദ്ദേഹം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമെല്ലാം ഏത് പ്രതിസന്ധികൾ വന്നാലും, സമയത്തിൽ പ്രഭാതത്തിലായാലും വൈകിട്ടായാലും, തൻ്റെ ഏത് ജീവിത സാഹചര്യങ്ങളിലും തൻ്റെ കയ്യിലെ ഒരു മോതിരത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കി ധ്യാനപൂർവ്വം ഇരിക്കുക പതിവാണ്. എന്താണ് ഇത്ര ഉജ്ജ്വലമായി ആ മോതിരത്തിലുള്ളത്? രാജ്യത്തിനെതിരെയുള്ള യുദ്ധത്തെ സംബന്ധിച്ചുള്ള അറിവ് കിട്ടുമ്പോഴും താൻ ആ മോതിരത്തിലേക്ക് അല്പ സെക്കൻഡുകൾ നോക്കി ധ്യാനപൂർവ്വം ഇരിക്കാറുണ്ട്. അതിനുശേഷം കണ്ണുവലിച്ച് താൻ തന്നെ ഉത്തരവാദിത്വത്തിൽ ജാഗരൂകനാകും. എന്താണ് ആ മോതിരത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ഈ സമയവും കടന്നു പോകും. ശ്രദ്ധേയനായ ഒരു കവി ഭാഷയിൽ തയ്യാറാക്കിയ രാജാവിൻ്റെ ചിത്രീകരണത്തിലെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഈ സമയവും കടന്നു പോകും. ഒന്നും സ്ഥിരമായി നിലകൊള്ളുന്നില്ല. സമയം അതിവേഗം ഓടുകയാണ്. നാം ഇപ്പോൾ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. മനുഷ്യജാതിയുടെ ചരിത്രത്തിൽ നിരവധി വൈറസ് ബാധകളും അതിന് മനുഷ്യകുലമെടുത്ത സംരക്ഷണ ഉപാധികളുമൊക്കെയുണ്ട്. എന്നാൽ ഒരു വസ്തുത ആമുഖത്തിൽ തന്നെ പറയട്ടെ, ഈ സമയവും കടന്നു പോകും. ഒപ്പം നമ്മുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ അതിവേഗം ഓടുകയാണ്. ഭക്തനായ ഇയ്യോബ് മനുഷ്യജീവിതത്തെ തലമുടി നാരിഴ കീറി വിലയിരുത്തിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു: എൻ്റെ നാളുകൾ നെയ്ത്ത് തോടത്തിലും വേഗതയുള്ളത്. തറി നെയ്യേണ്ടതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് തോടം. ഊടുപാവ നൂലുകൾ നെയ്ത് നീങ്ങുന്നതിനിടയിൽ തോടം വളരെ പ്രസക്തമാണ് തോടത്തിൻ്റെ പ്രവൃത്തി. കടകടാരവങ്ങളോടുകൂടെ ആ ഉപകരണം അതിവേഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഊടുപാവ നൂലുകൾ ഇതിനകത്ത് നെയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെയ്ത്ത് തോടത്തിൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് നെയ്ത്ത് തറയിൽ നെയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ എൻ്റെ ജീവിതം അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്നു. ഇഴപ്പിണക്കങ്ങൾ തീർക്കുവാനും തറയുടെ ക്വാളിറ്റി നിശ്ചയിക്കുവാനും സൂക്ഷ്മതയോടെ നെയ്ത്ത് നടത്താനുള്ള സമയം ഇപ്പോഴാണ്. പണി കഴിഞ്ഞതിന് ശേഷം ഇഴപ്പിണക്കങ്ങളുള്ള തുണി രണ്ടാം തരത്തിലേക്ക് തള്ളപ്പെടും. അതിനു മുൻപ്, ജീവിതത്തിൻ്റെ സന്ധി എത്തുന്നതിന് മുൻപ് ഇന്ന് നമുക്ക് ക്രമീകരിക്കേണ്ട ഭാഗങ്ങൾ ക്രമീകരിക്കാൻ കഴിയണം. ഒരു ദിവസം നാം നിത്യതയിലെത്തും. പിന്നിട്ട വഴികളെ നാം പുറകോട്ട് തിരിഞ്ഞു നോക്കും. അപ്പോൾ ക്രിസ്റ്റൽ പോലെ, രത്നങ്ങൾ പോലെ തിളങ്ങുന്ന ചില പ്രത്യേക രംഗങ്ങൾ നമുക്ക് ഓർമ്മ വരും. അത് ഈ ഭൂമിയിലെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഓടിയ കാലമായിരിക്കയില്ല. നിത്യതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ചില ഒഴിച്ച കാലമായിരിക്കും. അതെ, ആയുസ്സിൻ്റെ ദിനങ്ങൾ മുൻപോട്ട് നീങ്ങുമ്പോൾ നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഒരുക്കി കൊടുക്കുവാൻ ഈ വചനത്തിന് മുൻപിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 21 വരെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഓർപ്പിച്ച ശ്രദ്ധേയമായ ഒരു ഉപമ. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യവും 15-ാമത്തെ വാക്യവും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. വളരെ പ്രാർത്ഥനാപൂർവം പ്രിയപ്പെട്ടവർ ഈ വേദഭാഗത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബൈബിൾ തുറന്ന് ഒരു പഠന മനോഭാവത്തോടെ നിങ്ങൾ കർത്തൃസന്നിധിയിലായിരിക്കുക. തിരുവെഴുത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ലൂക്കോസ് 12:16 മുതൽ വായിച്ചു. ഒരു ഉപമയും അവരോട് പറഞ്ഞത്: ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവയ്പ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും.
ദൈവമോ അവനോട് മൂഢ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11ഉം 15ഉം വാക്യങ്ങൾ കൂടെ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും ഏകാഗ്രതയുള്ള ഹൃദയത്തോടും കൂടെ ഏറ്റവും ഗൗരവമേറിയ ഈ തിരുവചനത്തിൻ്റെ മുൻപിൽ നമുക്ക് അല്പമിനിറ്റുകളായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തിപരമായി ഇടപെടട്ടെ എന്ന് ഞാൻ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ജനക്കൂട്ടത്തിന് നടുവിൽ ഒരുവൻ യേശുക്രിസ്തുവിനോട് തൻ്റെ സാമ്പത്തിക വിഷയത്തിൻ്റെ പ്രശ്നത്തിന് മധ്യവർത്തിയായി നിലകൊണ്ട് തൻ്റെ സഹോദരനോട് വസ്തു സംബന്ധമായ വിഷയത്തിന് വീതത്തിന് കൽപ്പിക്കണമേ എന്ന് ഒരാവശ്യം ഉന്നയിക്കുകയാണ്. യേശുവിൻ്റെ പ്രഭാഷണ മധ്യത്തിൽ ജനക്കൂട്ടത്തിന് മധ്യത്തിൽ ഉയർന്ന ഈ പ്രധാനപ്പെട്ട വിഷയം വിലയിരുത്തിക്കൊണ്ട് യേശു അവനോട് പറയുകയാണ്, ഹേ മനുഷ്യ, എന്നെ തനിക്ക് ന്യായകർത്താവും വസ്തു വീതം വെക്കുന്നവനുമാക്കിയതാരാ? ഞാൻ നിന്റെ വസ്തു വർദ്ധിപ്പിക്കുവാനോ നിന്റെ ഭൗതിക നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കുവാനോ ഒരു മീഡിയമാകാൻ ഈ ഭൂമിയിലേക്ക് വന്നവനല്ല. 6 അടി മണ്ണിൽ തീരുന്ന ഭൗതിക നേട്ടങ്ങളെ വർദ്ധിപ്പിക്കുവാൻ എന്നെ മാധ്യമമാക്കാം എന്ന് നീ വിചാരിച്ചാൽ നിനക്ക് തെറ്റി. ഞാൻ അതിനുവേണ്ടി ഈ മണ്ണിൽ വന്നവനല്ല. പിന്നെ മനുഷ്യവർഗത്തിൻ്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന അപകടകരമായ ഒരു വിഷയത്തിന് മുൻപിൽ അതിമോഹം, മനുഷ്യൻ്റെ ഉള്ളിൽ ഉയരുന്ന അതിമോഹം എന്ന അതിഭയങ്കരമായ അപകടത്തിൻ്റെ മുൻപിൽ ഒരു ചെങ്കൊടി ഉയർത്തിക്കാട്ടിക്കൊണ്ട്, ഒരു സ്റ്റോപ്പ് സിഗ്നൽ കാട്ടിക്കൊണ്ട് യേശു പറഞ്ഞ ഏറ്റവും കുറിക്കുകൊള്ളുന്ന ഒരു ഉപമയാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ആ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതത്തെ ഇന്ന് ഈ ആലോചനയിൽ നമുക്കൊന്ന് പങ്കുവെച്ച് വിലയിരുത്തണം. ഒരു മനുഷ്യൻ്റെ കൃഷിഭൂമി നന്നായി വിളഞ്ഞു. നന്നായി വിളയണമെങ്കിൽ അയാൾ എന്ത് ചെയ്തിരിക്കണം? കയ്യും കെട്ടിക്കിടന്ന് ഉറങ്ങുന്നവൻ്റെ കൃഷിഭൂമി നന്നായി വിളയത്തില്ല. ആരുടെയെങ്കിലും കൃഷിഭൂമി നന്നായി വിളയണമെങ്കിൽ അയാൾ കഠിനാധ്വാനി ആയിരിക്കണം. മണ്ണിനോട് മല്ലടിക്കുന്നവൻ്റെ കൃഷിഭൂമി മാത്രമേ നന്നായി വിളയത്തുള്ളൂ. വെറുതെ കൃഷിഭൂമി നന്നായി വിളയുമെന്ന് ആർക്കും വ്യാമോഹം വേണ്ട. അപ്പോൾ നമ്മുടെ കഥാപാത്രം മടിയനല്ല, കഠിനാധ്വാനിയാണ്. സ്വന്തം കഠിനാധ്വാനത്താൽ വിയർപ്പിറക്കി മണ്ണിൽ അധ്വാനിച്ച് കൃഷിഭൂമിയിൽ പൊന്നു വിളയിക്കുന്ന ആദരിക്കപ്പെടേണ്ട ഒരു കർഷകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെക്കുറിച്ച് എന്തു കുറ്റമാണ് പറയാനായിട്ടുള്ളത്? പക്ഷേ യേശു അയാളെ വിളിക്കുന്നത് മൂഢ എന്നാണ്. വെട്ടിപ്പിടിച്ചതും തട്ടിപ്പറിച്ചതും പറ്റിച്ചെടുത്തതും ഒപ്പിച്ചെടുത്തതും തന്ത്രപൂർവ്വം കൈവശമാക്കിയതും കബളിപ്പിച്ചുണ്ടാക്കിയതും ഒന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ കൃഷിഭൂമിയിലെ സമ്പത്ത്. മണ്ണിനോട് മല്ലടിച്ച് കഠിനാധ്വാനം ചെയ്ത് തൻ്റെ ഉപജീവനത്തിന് വേണ്ടി ഉണ്ടാക്കിയതിൻ്റെ കൂട്ടത്തിൽ ദീർഘകാലത്തെ സമ്പത്തിന് വേണ്ടി തൻ്റെ പരിശ്രമ ഫലമായി ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്താൽ ഉണ്ടാക്കിയ സമ്പത്താണ്. ഞാനൊരു ചോദ്യം പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ. സ്വന്തം കഠിനാധ്വാനത്താൽ ഉണ്ടാക്കിയ സമ്പത്തിനെ സ്വന്തം കുടുംബത്തിൻ്റെയും തൻ്റെയും സുരക്ഷിതത്വത്തിന് വേണ്ടി ബുദ്ധിപൂർവമായി ഡിപ്പോസിറ്റ് ചെയ്യുന്നത് തെറ്റാണോ? സ്വന്തം കഠിനാധ്വാനത്താൽ ഉണ്ടാക്കിയ, കട്ടും മോട്ടിച്ചും ഉണ്ടാക്കാതെ സ്വന്തം കഠിനാധ്വാനത്താൽ ഉണ്ടാക്കിയ സമ്പത്തിനെ അന്യാധീനപ്പെടുത്തി കളയാതെ, നഷ്ടപ്പെടുത്തി കളയാതെ സ്വന്തം കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതത്വത്തിന് വേണ്ടി വിദഗ്ധമായി ഡിപ്പോസിറ്റ് ചെയ്യുന്നവൻ ബുദ്ധിമാനാണോ ബുദ്ധിഹീനനാണോ? മൂഢനാണോ ധന്യനാണോ? ഈ ഭൂമിയിൽ ഒരാൾ ബുദ്ധിമാനാണ് എന്ന് വിലയിരുത്തുന്നത് എന്തിൻ്റെ വെളിച്ചത്തിലാണ്? ചുരുക്കി അങ്ങ് പറയാം, ബാങ്ക് ബാലൻസിൻ്റെ വെളിച്ചത്തിലാണ്. ഒരാൾക്ക് കൂടുതൽ ബാലൻസും അയാളുടെ ജീവിതം കൂടുതൽ ഭൗതികോന്മുഖമായി സെറ്റപ്പുമാണെങ്കിൽ അയാൾ ബുദ്ധിമാനെന്ന് ആളുകൾ പറയും. ഭൗതികമായി തകർച്ച അനുഭവിക്കുന്ന ഒരുവനെ നോക്കി ബുദ്ധിമാനെന്ന് ലോകത്തിൽ ആരും പറയില്ല. അങ്ങനെയാണെങ്കിൽ ഭൗതിക സമൃദ്ധിയുടെ നെറുകയിൽ ബുദ്ധിപൂർവമായി സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്നവനെ ബുദ്ധിമാനെന്നും സാമ്പത്തിക വിഷയത്തിൽ സൂക്ഷ്മത പുലർത്താത്തവനെ മൂഢനെന്നും ലോകം പറയും. എന്നാൽ യേശു ഇതാ സുരക്ഷിതത്വത്തോടുകൂടെ സാമ്പത്തികത്വത്തിൻ്റെ നെറുകയിൽ
കുടുംബത്തിന്റെ ഭാവിക്ക് വേണ്ടി വിദഗ്ധമായി ഡിപ്പോസിറ്റ് ചെയ്തവനെ മൂഢ എന്ന് വിളിച്ചു. എന്തുകൊണ്ട് അവൻ മൂഢനായി? ഇനി അവൻ മൂഢനാണെങ്കിൽ അവനേക്കാൾ എത്രയോ ഡിഗ്രി എടുത്ത മൂഢന്മാരാണ് നമ്മൾ പലരും. ഇവൻ കഠിനാധ്വാനിയായിരുന്നു. സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്ത കഠിനാധ്വാനി. പക്ഷേ ആ രാത്രിയിൽ അവൻ്റെ തലയുടെ പിൻപിൽ ഒരു ശബ്ദം മുഴങ്ങി, ഒരു അശരീരി ശബ്ദം മുഴങ്ങി. മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചതാർക്കാകും? തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവയ്പും ഒന്നും ഇയാളുടെ സ്വഭാവമായിരുന്നില്ല. ഇയാളുടെ സ്വഭാവം കഠിനാധ്വാനം കൊണ്ട് നേടിയതിനെ സ്വന്തം കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിനായി സത്യസന്ധമായി ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്തു എന്ന് മാത്രമാണ്. അപ്പോൾ ഇയാൾ എന്തുകൊണ്ട് മൂഢനായി? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇരുത്തി ചിന്തിക്കുക. എന്തുകൊണ്ട് മൂഢനായി? പറയാം മൂഢനായത് എന്തുകൊണ്ടാണെന്ന്. ഇദ്ദേഹം ഭാവി പ്ലാൻ ചെയ്യുകയാണ്. എവിടെ വരെ പ്ലാൻ ചെയ്തു? കല്ലറയ്ക്കിപ്പുറം കൊണ്ട് നേടേണ്ടതെല്ലാം വിദഗ്ധമായി പ്ലാൻ ചെയ്തു. പക്ഷേ കല്ലറയ്ക്കപ്പുറം ഇയാൾ വിട്ടുകളഞ്ഞു. അപ്പോൾ ആരാണ് മൂഢൻ? ഈ ഭൂമിയിൽ സമ്പത്തിൻ്റെ നെറുകയിൽ പാർക്കുമ്പോൾ തന്നെ കല്ലറയ്ക്കിപ്പുറം കൊണ്ട് നേടേണ്ടതെല്ലാം പ്ലാൻ ചെയ്യുകയും കല്ലറയ്ക്കപ്പുറം വിട്ടുകളയുകയും ചെയ്യുന്നവനാണ് മൂഢൻ. അപ്പോൾ ആരാണ് ധന്യൻ? പറയാം, കല്ലറയ്ക്കിപ്പുറത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കല്ലറയ്ക്കപ്പുറത്ത് നേടേണ്ട നേട്ടം നേടാൻ ഭാഗ്യം ലഭിച്ചവനാണ് ധന്യൻ. ഈ ആത്മീയ ശുശ്രൂഷയിൽ ഞങ്ങളെ കേൾക്കുന്ന കൂടെപ്പറപ്പേ, ഈ രാത്രി, ഈ പകൽ, ഈ വചനം നിങ്ങൾ ഏത് സമയത്ത് കേട്ടാലും ആത്മാർത്ഥമായി ഒന്ന് വിലയിരുത്തൂ. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു സ്വയ ചോദ്യം ചോദിക്കൂ. എൻ്റെ മുൻഗണന, എൻ്റെ പ്രാധാന്യം കല്ലറയ്ക്കിപ്പുറമോ കല്ലറയ്ക്കപ്പുറമോ? അവൻ ഭാവന കാണുകയാണ്. അവൻ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുകയാണ്. അതെ, ഭാവന ദൈവം മനുഷ്യന് മാത്രം നൽകിയിരിക്കുന്ന ഒരു വിശേഷ കഴിവാണ്. അത് നല്ലതാണ്, ആത്മീയ വിഷയങ്ങളിൽ ഏറെ പ്രയോജനകരവുമാണ്. പക്ഷെ അവൻ ഭാവന കാണുകയാണ് മറുപടിക്കാരൻ്റെ സ്വപ്നം പോലെ. ഭാരതത്തിലെ പുരാതന കഥകളിൽപ്പെട്ട പഞ്ചതന്ത്ര കഥകൾ പ്രസക്തമാണ്. അതിൽ പഞ്ചതന്ത്ര കഥയിലെ ഒരു ദരിദ്ര ബ്രാഹ്മണനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അയാൾ ഒരു ശ്രാദ്ധത്തിന് പോയി. ഒരു പിടി മലർപ്പൊടി കിട്ടി, ഒരു കുടം മലർപ്പൊടി കിട്ടി. അതുമായി ഇദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. യാത്രക്കിടയിൽ ക്ഷീണം തോന്നിയപ്പോൾ തൻ്റെ മുൻപിൽ ഒരു അരയാലിൻ്റെ കൊമ്പിൽ ഈ മലർപ്പൊടിക്കുടം ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ കിടന്ന് സ്വപ്നം നെയ്തുകൊണ്ട് ഇയാൾ വിശ്രമിക്കുകയാണ്. അയാളുടെ തൊട്ട് മുൻപിൽ, അയാളുടെ മുഖത്തിന് നേരെ മലർപ്പൊടിക്കുടം കെട്ടിത്തൂങ്ങി നിൽക്കുകയാണ്. ഇയാൾ ചിന്തിക്കുകയാണ്, ഞാൻ ദരിദ്രനാണ്, ദാരിദ്ര്യത്തിൻ്റെ കുപ്പക്കൂനയിലാണ് എൻ്റെ ജീവിതം, എങ്ങനെയാണ് രക്ഷപ്പെടാനൊരു വഴി? ഭാവന കാണുന്നു. അയാളുടെ ഭാവി ഭാവന കാണുന്നു. അയാൾ പറയുകയാണ്, ഈ മലർപ്പൊടിക്കുടം ഞാൻ വിൽക്കും. വിറ്റ് കഴിഞ്ഞാൽ ഇതുമായിട്ടൊരു പെണ്ണാടിനെ ഞാൻ വാങ്ങിക്കും. വാങ്ങിച്ചാൽ അധികം താമസിക്കാതെ ആട് ഇരട്ട പെറും. ഇരട്ട പെറ്റാൽ വീണ്ടും ആട്ടിൻ പറ്റങ്ങളങ്ങ് വർദ്ധിക്കും. അതോടുകൂടെ ഞാൻ പശുക്കളെ വാങ്ങിക്കും. പശു പ്രസവിച്ച് പശു കൂട്ടങ്ങളാകും. അതോടുകൂടെ നാട്ടിലെ പ്രമുഖ ബ്രാഹ്മണന്മാർ ചെയ്യുന്നത് പോലെ പെൺകുതിരകളെ സ്വന്തമാക്കും. വീടും സാമ്പത്തികവുമൊക്കെ എനിക്ക് ഓടിയെത്തും. അതോടെ നാട്ടിലെ പ്രമുഖനായ ഒരു ബ്രാഹ്മണൻ തൻ്റെ ഏക മകളെ എനിക്ക് കല്യാണാലോചനയുമായിട്ട് വരും. ഞങ്ങളുടെ വേളി അങ്ങ് ഭംഗിയായി നടക്കും. 1 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞു പിറക്കും. ആ കുഞ്ഞ് വീടിൻ്റെ മുറ്റത്ത് ഓടിച്ചാടി നടക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ അശ്രദ്ധ കൊണ്ട് ഈ കുഞ്ഞൊന്ന് കാല് തെറ്റി വീഴും. ഭാവന പോകുകയാണ്, ചിന്തയ്ക്ക് ചിറക് വെച്ച് പറക്കുകയാണ്. ഞാൻ ഈ സമയം കുഞ്ഞിനെ ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് കയ്യിലിരിക്കുന്ന വടി കൊണ്ട് അവക്കിട്ടൊന്ന് കൊടുക്കുമെന്ന് പറഞ്ഞ് കൈ നീർത്തൊരൊറ്റയടി. കിട്ടിയത് മലർപ്പൊടിക്കൂടത്തിനിട്ടായിരുന്നു. പൊട്ടിച്ചിതറി വായിലും മൂക്കിലും എല്ലാം കൂടെ തെറിച്ച് ഇയാൾ ഇളിഭ്യനായി എഴുന്നേറ്റതുപോലെ നമ്മുടെ കഥാപാത്രം ഭാവിയെക്കുറിച്ച് സങ്കല്പിക്കുകയാണ്. അയാളുടെ ഡിപ്പോസിറ്റിനെ കുറിച്ച്, അയാളുടെ ഭാവി ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ഇൻകത്തെക്കുറിച്ചും ചിന്തിക്കുകയാണ്. പക്ഷേ അയാൾ വിദഗ്ധമായി കല്ലറയ്ക്കപ്പുറം വിട്ടുകളഞ്ഞു. എൻ്റെ വാത്സല്യ സഹോദര,
ഇങ്ങനെ കല്ലറയ്ക്കിപ്പുറത്ത് ജീവിച്ചിരിക്കുമ്പോൾ കല്ലറയ്ക്കപ്പുറം വിട്ടുകളയുന്ന ജീവിത ശൈലിയാണ് താങ്കളെ ഭരിക്കുന്നതെങ്കിൽ സ്വർഗത്തിൻ്റെ വിധിയെഴുത്ത് താങ്കൾക്ക് നേരെ വിരൽ ചൂണ്ടി പറയുന്നു, മൂഢൻ. എന്നാൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാറിപ്പൊതയ്ക്കാൻ പുതപ്പില്ലെങ്കിലും വെച്ച കഞ്ഞിക്കൊഴിക്കാൻ ഉപ്പില്ലെങ്കിലും ഇന്ന് രാത്രി കിടക്കുന്ന കിടപ്പറ എൻ്റെ മരണയറയായി മാറിയാൽ എൻ്റെ ശരീരം വിട്ടുപോകുന്ന ആത്മാവ് വിശ്രമിക്കുന്നത് എൻ്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവിൻ്റെ മാർവിലായിരിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവപൈതൽ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നെ പോലെ ധന്യൻ മറ്റാരുമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയണം, കല്ലറയ്ക്കിപ്പുറത്തേക്കാൾ വലുത് കല്ലറയ്ക്കപ്പുറമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാണോ യേശുക്രിസ്തുവിൻ്റെ വാത്സല്യം നിറഞ്ഞ സ്വർഗീയ സമാധാനം നിറഞ്ഞ അന്തരീക്ഷമാണോ കല്ലറയ്ക്കപ്പുറത്ത് നിന്നെ കാത്തിരിക്കുന്നത്? ഇവിടെ വെച്ച് തന്നെ ഉറപ്പിക്കാൻ കഴിയും. ആകയാൽ തിരുവെഴുത്തുകൾ ആത്മാർത്ഥമായി വിലയിരുത്തുവാൻ നമുക്ക് അല്പ മിനിറ്റുകൾ വിനിയോഗിക്കാം. കല്ലറയ്ക്കപ്പുറത്ത് എന്താണ് യാഥാർത്ഥ്യമായി സംഭവിക്കാൻ തുടങ്ങുന്നത്? നമുക്കറിയാം, മരണം അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളാരും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകങ്ങളല്ല, നിമിഷം കൊണ്ട് വാടി വീഴുന്ന പുൽത്തണ്ടിലെ പുഷ്പക്കൊടികൾ മാത്രമാണ്. വിസിറ്റിംഗ് വിസയിൽ റിട്ടേൺ ടിക്കറ്റിൽ ഇവിടെ വന്ന യാത്രക്കാരാണ് ഞാനും നിങ്ങളും. വിസിറ്റിംഗ് വിസയിൽ റിട്ടേൺ ടിക്കറ്റിൽ നമ്മളൊരു നാട്ടിൽ പോയാൽ എന്തായിരിക്കും സ്ഥിതി? എമിഗ്രേഷൻ കൗണ്ടർ കഴിഞ്ഞ് പുറത്തോട്ട് പോകുമ്പോൾ പാസ്പോർട്ടിൻ്റെ പേജ് പിടിച്ചൊന്ന് തുറന്നു നോക്കണം. അതിനകത്ത് കാണും എന്താ തിരിച്ചു കയറാനുള്ള ഡേറ്റ്. അമ്മയുടെ ഗർഭപാത്രമെന്ന എമിഗ്രേഷൻ കൗണ്ടർ കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോഴേ തിരിച്ചു കയറാൻ ഈ മണ്ണ് വിടാനുള്ള ഡേറ്റും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. കൃപയാൽ ഈ ദിവസങ്ങളിൽ അത് ആകാഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം നിങ്ങളെ ആ ഡേറ്റ് കാത്തിരിക്കുകയാണോ? അല്ലെന്ന് ആർക്ക് പറയാം? കൂടി വന്നാൽ 70 അല്ലെങ്കിൽ 80. പിന്നിരിക്കുന്നവർക്കും കഷ്ടം, നോക്കുന്നവർക്ക് അതിനേക്കാട്ടിൽ കഷ്ടം. 80 വർഷം കൂടെ മൊത്തം അങ്ങ് ജീവിച്ചാൽ എത്ര ദിവസം ജീവിക്കും? ഒരു 29,200 ദിവസം ജീവിക്കും. 29,200 ദിവസത്തിനുള്ളിൽ ഈ മണ്ണ് വിട്ടു പോകത്തക്ക വിധം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന്, ജീവന്റെ എമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് ഡേറ്റ് സീൽ ചെയ്ത് ഈ മണ്ണ് വിട്ട് തിരിച്ചു കയറേണ്ട ടൈം പ്ലാൻ ചെയ്ത് ഈ ഭൂമിയിൽ ജനിച്ചു വീണ തിരിച്ചു മടങ്ങേണ്ട യാത്രക്കാരാണ് ഞാനും നിങ്ങളും. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറയുന്ന പദം അറിയാമോ? ഹ്യൂമൻ ബീയിങ്. ഹ്യൂമസ് എന്നുള്ളത് ഒരു ലാറ്റിൻ പദമാണ്. സോയിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ബീയിങ് എന്നാൽ ജീവൻ. ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ മണ്ണും ജീവനും സമ്മേളിച്ച ആളത്വമെന്നാണ്. മണ്ണ് വേറെ, ജീവൻ വേറെ, ഇത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ സഭാപ്രസംഗങ്ങളുടെ പുസ്തകം മരണത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകും. അപ്പോൾ എന്താണ് മരണം? കല്ലറയ്ക്കപ്പുറത്ത് എന്താണ് സംഭവിക്കാൻ തുടങ്ങുന്നത്? 6 അടി മണ്ണിൽ നീറിത്തീരുന്ന മനുഷ്യന്റെ ആയുസ് അതുകൊണ്ട് അവസാനിക്കുകയാണോ? അല്ല. പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നീങ്ങും. രണ്ടായി പിരിയുന്ന ഒരു വേർപാട്, ഒരുമിച്ച് യോജിക്കുന്ന ഒരു സംയോജനം. ശ്രദ്ധിച്ചു കേൾക്കണേ. പരിശുദ്ധാത്മാവ് ഈ ദൂത് പങ്കുവച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് വ്യക്തിപരമായി ഇടപെടുകയാണ്. സർവശക്തനായ ദൈവം തൻ്റെ ഇച്ഛ നിർവഹിപ്പാൻ ഉച്ചരിച്ചുണ്ടാക്കിയ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു പിടി മണ്ണെടുത്ത് കരുത്തുറ്റ കരങ്ങൾ കൊണ്ട് കരുതിക്കൂട്ടി കളിമണ്ണിൽ സർവശക്തൻ്റെ കരം ഓടി ഒഴുകിയപ്പോൾ ഉണ്ടായി വന്ന ആ കളിമൺ രൂപമാണ് എൻ്റെ നിങ്ങളുടെ ശരീരം. ഇതിൻ്റെ ആർക്കിടെക്ട് പ്ലാൻ സർവശക്തൻ്റെ ഹൃദയത്തിനുണ്ടായതാണ്. സ്തോത്രം. എന്നിട്ട് ആ മൂക്കിൽ ജീവശ്വാസം സന്നിവേശിപ്പിച്ച് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. അപ്പോൾ 2 സത്തകളുടെ സമഞ്ജസമായ ഏകീകൃതമായ സമ്മേളനമാണ് മനുഷ്യ ശരീരം. 1 മണ്ണ്, 2 സർവശക്തന്റെ ജീവശ്വാസം. ഇവ രണ്ടും തമ്മിൽ സംയോജിപ്പിക്കപ്പെട്ടപ്പോൾ ജീവൻ തുടങ്ങി. സ്തോത്രം. ജീവൻ തുടങ്ങി. ഇനിയും ഇതിന് ഒരു തിരികെപ്പോക്കുണ്ട്. നിങ്ങളൊക്കെ വാഹനങ്ങളിലല്ലേ പുറത്തേക്ക് പോകുന്നത്? കാറിൽ കയറി സീറ്റിലിരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് കീ സ്റ്റാർട്ടിൽ തിരിച്ചു കഴിയുമ്പോൾ വണ്ടി സ്റ്റാർട്ടാകും. ആക്സലേറ്ററിൽ കാലൂന്നിയാൽ വണ്ടി വേഗം പായും. സ്റ്റിയറിംഗ് തിരിച്ചാൽ വണ്ടി തിരിയും വ്യത്യസ്ത ദിശകളിലേക്ക്. നിങ്ങൾ വണ്ടിയിലാണ്, വണ്ടിയും നിങ്ങളും ഒന്നാണ്. നിർദ്ദിഷ്ട സ്ഥാനത്തെത്തി, ചന്തയിലെത്തി, കടയുടെ മുൻപിലെത്തി,
വണ്ടി ഓഫ് ചെയ്യുന്നു. നിങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങുന്നു. ഇപ്പോൾ നിങ്ങൾ വേറെ, വണ്ടി വേറെ. ഓർക്കുക, ശരീരം ആകുന്ന ഈ വാഹനത്തിനുള്ളിൽ ആത്മാവ് ആകുന്ന നിയന്ത്രിതാവ് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നതോടെ ജനനത്തിൽ നിങ്ങൾ ആളത്വപരമായി ഭൂമിയിൽ ജന്മം കൊണ്ട് വളരുന്നു. എന്നാൽ ഈ വണ്ടി വിട്ട് നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു സമയം വരും. ഗ്രഹം വേറെ, ഗ്രഹനാഥൻ വേറെ. നമ്മുടെ ഭാഷയിൽ പറയും ചത്തുപോയി എന്ന്. ശരിക്കും പറഞ്ഞാൽ ചത്തുപോയി എന്നുള്ളതല്ല ശരിയായ ഭാഷ, സത്തപോയി എന്നതാണ് ശരിയായ ഭാഷ. മലയാള വിഭജനത്തിൽ മലയാള പദപ്രയോഗങ്ങളിൽ സാധാരണ എല്ലാ ഭാഷാ പ്രയോഗങ്ങളിലും എടുത്താൽ അതിൽ വിഭജന ഭാഷ എടുക്കാം. അതിൽ സത്ത അധികം പോയി സമം സത്ത പോയി, ഇതാണ് ചത്തുപോയി എന്ന് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. നമുക്കൊക്കെ അറിയാം, കടയിൽ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് വാങ്ങിപ്പാനായിട്ട് നിങ്ങൾ പോയി. ഓറഞ്ച് ജ്യൂസ് വാങ്ങിപ്പാനായിട്ട് നിങ്ങൾ ചെന്നതിന് ശേഷം അവിടെ ചെന്ന് നിങ്ങൾ പറയുകയാണ്, ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ്. മിക്സിക്കകത്തേക്ക് ഓറഞ്ച് ഇട്ട് മിക്സി വർക്ക് ചെയ്ത് ചണ്ടി അടിച്ച് മാറ്റിയിട്ട് ജ്യൂസ് എടുത്ത് ഗ്ലാസ്സിലെടുക്കുമ്പോൾ സത്ത വേറെ ജ്യൂസ് വേറെ ഇങ്ങനെ രണ്ടാകുന്നത് പോലെ തന്നെ നിങ്ങളുടെ ആളത്വത്തിനകത്ത് നിന്ന് ആത്മാവാകുന്ന സത്ത പോകുന്ന സമയമാണ് സത്ത പോയി എന്ന് വിശേഷിപ്പിക്കുന്നത്. സത്ത പോകുമ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുക? വിശുദ്ധ ബൈബിളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മളൊന്ന് കേന്ദ്രീകരിക്കുന്നു. തിരുവെഴുത്ത് പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ അതിന് ചില ബോധ്യങ്ങൾ തരുന്നുണ്ട്. ഈ ആലോചന പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിനായി നിങ്ങളുടെ മനസ്സിനെ ഒരുക്കി കൊടുക്കണം. മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്ന ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഗൗരവമേറിയ ഭാഗത്തേക്ക് നമ്മുടെ ചിന്തകൾ നമുക്ക് കേന്ദ്രീകരിക്കുവാൻ തുടങ്ങുകയാണ്. ആയതുകൊണ്ട് മൂഢ എന്ന ദൈവശബ്ദത്തിന് നിങ്ങൾ വിധേയരാകാതിരിക്കത്തക്ക വിധം നിങ്ങളുടെ ജീവിതത്തെ ഒരുക്കേണ്ടതിന് ദൈവാത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടെ വായിക്കട്ടെ, വെളിപ്പാട് പുസ്തകം 20:11 മുതൽ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. വളരെ ശ്രദ്ധിച്ച് ഗ്രഹിക്കേണ്ട ഭാഗം. അന്തിമ വിധിയുടെ ചിത്രം പരിശുദ്ധാത്മാവ് നമ്മുടെ കൺമുൻപിൽ വിശദീകരിക്കുകയാണ്. എന്താണ് ഈ ഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്? എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, മനുഷ്യൻ അവൻ്റെ ഭാവി ഇവയെക്കുറിച്ച് ചിന്താകുലനാണ്. മരണാനന്തരം എന്ത് സംഭവിക്കും? കല്ലറയ്ക്കപ്പുറത്ത് എന്താണ് നടക്കാൻ തുടങ്ങുന്നത്? കല്ലറയ്ക്കപ്പുറത്ത് നടക്കുന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്ത ചിന്തകൾ മനുഷ്യൻ വെച്ച് പുലർത്തുന്നുണ്ട്. ഒന്നാമത്തെ ചിന്ത മരണാനന്തരം ഒന്നുമില്ലെന്നുള്ള ചിന്തയാണ്. ഈ ഭൂമിയിൽ പട്ടിയോ പൂച്ചയോ എരുമയോ എലിയോ പുലിയോ മരിക്കുമ്പോൾ ചാകുമ്പോൾ അതോടുകൂടി ആസ്തിക്യം അവസാനിക്കുന്നു. ഇതുപോലെ മനുഷ്യ ജീവിതത്തിൻ്റെ ആസ്തിക്യം അവസാനിക്കുന്നു. കല്ലറയ്ക്കപ്പുറത്തൊന്നുമില്ല. നിരീശ്വരവാദികൾ, ചർവാകന്മാർ, ഇങ്ങനെയുള്ള ആളുകൾ ആ ചിന്ത വെച്ച് പുലർത്തുന്നവരാണ്. രണ്ടാമത്തെ ഒരു പറ്റം ആളുകൾ പറയുന്നു, അല്ലല്ലല്ല, ഈ ഭൂമിയിലെ ജീവിതത്തിന് കല്ലറയ്ക്കപ്പുറത്തൊരു നിലനിൽപ്പുണ്ട് എന്ന് പറഞ്ഞാൽ സർവശക്തൻ്റെ ജീവൻ മഹാസമുദ്രം പോലെയാണ്, അത് പരമാത്മാവാണ്. എന്നാൽ നമ്മിലേത് നമ്മുടെ സ്വയാത്മാവാണ്. ഇത് പാത്രത്തിലെടുത്ത സമുദ്രത്തിലെ വെള്ളം പോലെയാണ് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിനകത്ത് വെള്ളം കിടക്കുമ്പോൾ വെള്ളത്തിന് രൂപമില്ല. എന്നാൽ സമുദ്രത്തിൽ നിന്ന് ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു കഴിയുമ്പോൾ ആ വെള്ളത്തിന് നിശ്ചിത രൂപം കൈവരുന്നു. വീണ്ടും തിരിച്ചത് ഒഴിച്ചു കളയുമ്പോൾ ആ രൂപമില്ലാതാകുന്നു. ഇതുപോലെ നമ്മുടെ ജന്മം സമുദ്രത്തിൽ നിന്ന് പാത്രത്തിലെടുക്കുന്ന വെള്ളം പോലെയാണെന്നും ഇത് ജന്മാന്തരങ്ങളിലൂടെ പാത്രങ്ങൾ മാറി മാറി യാത്ര ചെയ്യുന്നെന്നും ഒടുവിൽ അത് ഈശ്വരൻ്റെ ദൈവത്തിൻ്റെ പരമാത്മാവിൽ ലയിക്കുന്നതോടെ ആസ്തിക്യം അസ്തമിക്കുന്നു എന്നും പഠിപ്പിക്കുന്ന രണ്ടാമതൊരു പഠിപ്പിക്കൽ. മൂന്നാമത്തെ പഠിപ്പിക്കൽ, അല്ലല്ല, മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത സൽകൃത്യ ദുഷ്കൃത്യങ്ങൾക്കനുസരിച്ച് വിധി ദിനം, ന്യായവിധി ദിനം, പരിണിത ഫലം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒന്നുകിൽ നിത്യത സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ ഈ ഭൂമിയിൽ വെച്ച് ചെയ്ത സേവനങ്ങളുടെയും ശുശ്രൂഷയുടെയും പ്രതിഫലം ഏറ്റുവാങ്ങുന്ന ഒരു ദിവസം വരുന്നു, ന്യായവിധി ദിവസം. മൂന്നാമത്തെ പഠിപ്പിക്കൽ. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മരണാനന്തരം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ അധികാരമുണ്ടെങ്കിൽ അയാളുടെ യോഗ്യത എന്താണ്?
ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ലോകത്തിൽ ജനിച്ച് ജീവിച്ച് ജനിപ്പിച്ച് മരിച്ചു മൺമറഞ്ഞ സകലർക്കും, മുഴുവൻ ആളുകൾക്കും 3 അധ്യായങ്ങളേ ഉള്ളൂ. ബുദ്ധനായാലും ജൈനനായാലും ലോകം കണ്ടിട്ടുള്ള സോക്രട്ടീസ് ആയാലും പ്ലേറ്റോ ആയാലും അരിസ്റ്റോട്ടിലായാലും എടുക്കൂ, ഈ ഭൂമിയിൽ ജനിച്ചു വീണ സകലർക്കും 3 അധ്യായങ്ങൾ. 1 ജനനം, 2 ജീവിതം, 3 മരണം. അല്ല, അതിനപ്പുറത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടുണ്ടെങ്കിൽ അത് സമകാലീനരുടെ ഓർമ്മക്കുറിപ്പുകൾ മാത്രമാണ്. ശവമടക്കം എങ്ങനെ നടന്നു, ആളുകൾ എത്രമാത്രം പങ്കെടുത്തു, ആ കാലഘട്ടത്തിൽ സമകാലീനർ ജീവിച്ചിരുന്നപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയുന്നു, ഇതാ ജീവചരിത്രത്തിൽ എഴുതാനുള്ളത്. എന്നാൽ ഏതൊരു ശരീരം കല്ലറയിൽ വെച്ചോ, ആ കല്ലറയിൽ വെച്ച ശരീരം തന്നെ കാലൂന്നി എഴുന്നേറ്റ് വന്ന് ചരിത്രം തുടർന്ന ഒരുവനെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവല്ലാതെ മറ്റൊരുത്തനുമില്ല. അങ്ങനെയാണെങ്കിൽ മറിയയുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ഒരു പൊട്ടായി പറ്റിപ്പിടിച്ച് വളരുന്നതിന് മുൻപേ ആളത്വമുണ്ടായിരുന്നവൻ, കല്ലറയ്ക്കപ്പുറത്ത് ആളത്വം തുടർന്നവൻ, അവൻ പറയുന്നു, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവരെല്ലാം അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് കള്ളം പറയാത്ത യേശു പറഞ്ഞെങ്കിൽ ഉറപ്പായി പറയുന്നു, ന്യായവിധി യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആ തിരുവായിൽ നിന്ന് ഒരിക്കലും കള്ളം പുറത്തു വന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, യേശു ഒരിക്കൽ പറഞ്ഞു ശിഷ്യന്മാരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഇത് 3 നാൾ കഴിയുന്നതിന് മുൻപ് ഞാൻ പണിയും. തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സമയം ആവർത്തിക്കുകയാണ്. ചരിത്രത്തിൽ കൃത്യമായി സംഭവിച്ചില്ലേ? യെരൂശലേമിനെ നോക്കി അവിടുന്ന് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകും. ആശ്ചര്യമായി സംഭവിച്ചില്ലേ? കപ്പർന്നഹൂം പട്ടണത്തെ നോക്കി അവിടുന്ന് പറഞ്ഞു, ആകാശത്തോളം ഉയരുന്ന കപ്പർന്നഹൂമേ, നീ പാതാളത്തോളം താണുപോകും. ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ 19-ാം നൂറ്റാണ്ടിൽ നടത്തിയ ഉത്ഖനനത്തിൽ കപ്പർന്നഹൂം പട്ടണത്തിന്റെ അവശിഷ്ടം ഭൂമിയുടെ ഗർഭത്തിൽ നിന്നും കുഴിച്ചെടുത്തപ്പോൾ യേശുവിന്റെ വാക്കുകൾ ആശ്ചര്യമായി യാഥാർത്ഥ്യമാണെന്ന് ചരിത്രം തെളിയിച്ചില്ലേ? യേശു പറഞ്ഞു, നിങ്ങൾക്കോ ഏറിയ നാൾ കഴിയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. സെഹിയോൻ മാളികമുറിയിൽ ഇടിമുഴക്കത്തോടെ ആത്മവ്യാപാരം പകർന്നിറങ്ങിയില്ലേ? അങ്ങനെയാണെങ്കിൽ ആ വാക്കുകൾ ചരിത്രത്തിൽ യാഥാർത്ഥ്യമായി സംഭവിച്ചെങ്കിൽ ആ പവിത്ര നാവിൽ നിന്നും ഉതിർന്നു വീണ വാക്കുകളാണ്, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. ആശ്ചര്യപരിതന്ത്രരാകാൻ സാധ്യതയുള്ള വിഷയമാണ് പറഞ്ഞു വരുന്നത്. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും. ന്യായവിധി യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആ ന്യായവിധിയുടെ രംഗം പരിശുദ്ധാത്മാവ് കുറിക്കുന്നത് യോഹന്നാൻ പത്മോസിൽ കണ്ടെഴുതുകയാണ്. ഈ വാക്കുകൾ അന്വർത്ഥമാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്. എന്നെയും നിങ്ങളെയും പരസ്പരം നമ്മൾ കാണുമ്പോൾ ഹായ് പറയുന്നത് പോലെ, പച്ച കണ്ണുകൾ കൊണ്ട് അന്യോന്യം കാണുന്നത് പോലെ വരാൻ തുടങ്ങുന്ന ന്യായവിധിയുടെ രംഗം ദൈവത്തിൻ്റെ ദാസൻ യോഹന്നാൻ കാണുകയാണ്. നമുക്കൊക്കെ അറിയാം, SSLC പരീക്ഷ നടക്കുന്നതിന് മുൻപ് ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയുടെ പേരെന്താണ്? മോഡൽ എക്സാം. എന്തിനാണ് മോഡൽ എക്സാം? വരാൻ തുടങ്ങുന്ന പരീക്ഷയിൽ തൻ്റെ വിദ്യാർത്ഥികൾ വിജയത്തിലെത്തത്തക്ക വിധം അധ്യാപകർ ഒരുക്കിയെടുക്കേണ്ടതിന് ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പരീക്ഷയാണ്. അടുത്ത പരീക്ഷയിൽ കുഞ്ഞുങ്ങൾ വിജയിക്കത്തക്ക വിധത്തിലുള്ള പരിശീലനമാണ് മോഡൽ എക്സാം. പോട്ടെ, നമുക്കൊക്കെ അറിയാം, അഡ്വക്കേറ്റ് കോടതിയിൽ വിസ്താര സമയത്തേക്ക് തൻ്റെ കക്ഷിയെ കൊണ്ടുപോകുന്നതിന് മുൻപ്, ആ വിസ്താരത്തിൽ ജഡ്ജിയുടെ മുൻപിലെ വിസ്താരം നടക്കുന്നതിന് മുൻപ് തൻ്റെ ഓഫീസ് റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് വരാൻ തുടങ്ങുന്ന വിസ്താരത്തിൽ ചോദിക്കുന്ന ക്രോസ് ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. എന്തിനാണ് അഡ്വക്കേറ്റ് ഇത് ചെയ്യുന്നത്? പണം വാങ്ങിക്കൊണ്ട് തൻ്റെ അഡ്വക്കേറ്റായി സേവനമനുഷ്ഠിക്കുമ്പോൾ തൻ്റെ കക്ഷിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ഈ കേൾക്കുന്ന നിങ്ങൾ അന്ത്യവിധിയിൽ കൈവിടപ്പെട്ട് തീപ്പൊയ്യയിൽ എറിയപ്പെടാതെ നിത്യതയുടെ തീരത്തെത്തത്തക്ക വിധം നിങ്ങളെ ഒരുക്കിയെടുക്കുക എന്ന ഉത്തരവാദിത്വം ദൈവം ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ജീവന്റെ വചനം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുക. ന്യായവിധി യാഥാർത്ഥ്യമാണ്. വേദപുസ്തകം പഠിച്ചാൽ ന്യായവിധി എന്ന സബ്ജക്റ്റ് 3 വിഭജിച്ച് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. മണിക്കൂറുകൾ, ദിവസങ്ങൾ ചിന്തിക്കേണ്ട ഭാഗമാണെങ്കിലും സമയപരിമിതിക്കുള്ളിൽ ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുൻപിൽ വിശദീകരിച്ച് വേഗം അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് ഈ ധനാഢ്യനായ കർഷകൻ മൂഢനായി മാറിയത് എന്ന ചോദ്യത്തിന് ഉത്തരം ഈ സന്ദേശം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും.
വിശുദ്ധ ബൈബിൾ ന്യായവിധിയെക്കുറിച്ച് പറയുന്നു. ഇന്നലകളിൽ ന്യായവിധി ചരിത്രത്തിൽ സംഭവിച്ചു, ഇന്നുകളിൽ ന്യായവിധി ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നാളകളിൽ ന്യായവിധി ചരിത്രത്തിൽ സംഭവിക്കും. ഭൂത വർത്തമാന ഭാവികാല ന്യായവിധികൾ. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ എഴുത്തിൻ്റെ പശ്ചാത്തലത്തിന് മുൻപ് മുതൽ പുരാതനകാല നിത്യതയിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ അവിടെ മുതൽ ന്യായവിധിയുടെ വസ്തുതയുണ്ട്. രാപ്പകൽ ഭേദമന്യേ ദൈവത്തെ ആരാധിച്ച ദൂതഗണങ്ങൾ പാപം ചെയ്തപ്പോൾ കരുണ ലെവലേശം കൂടാതെ ഇരുട്ടിൻ്റെ ദൂതന്മാരായി വെട്ടിയെറിഞ്ഞ ജഡ്ജിയായ മഹാദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ, ഏദൻ പൂങ്കാവനത്തിന് ആദി മാതാപിതാക്കൾ പാപക്കനി പിടിച്ചു കടിച്ച് പതനം ഭവിച്ച് പാപം ചെയ്തപ്പോൾ പൊക്കോട്ടെ കണ്ണടച്ചേക്കാമെന്ന് വെച്ച് കണ്ണടയ്ക്കാതെ കവാടമടച്ച് അത് ദൂതന്മാരെ കെരൂബുകളെ വാളിൻ്റെ ജ്വാലയുമാക്കി നിർത്തി ആദാമ്യ കുടുംബത്തെ ന്യായം വിധിച്ച ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ, നോഹയ്ക്ക് തലമുറ പാപം ചെയ്തപ്പോൾ ഒരു ജനതയെ പ്രളയജലത്താൽ തുടച്ചു മാറ്റി 8 പേരെ പെട്ടകത്തിൽ സംരക്ഷിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വിധി ചരിത്രത്തിൽ ഉയർന്നെങ്കിൽ, സോദോം ഗൊമോറ നിവാസികൾ പാപം ചെയ്തപ്പോൾ പൊക്കോട്ടെ കണ്ണടച്ചേക്കാമെന്ന് വിചാരിക്കാതെ ഗേ ലെസ്ബിയൻ മ്ലേച്ഛതകൾ ഉയർന്ന ആണോടാണ് അവലക്ഷണമായത് പെരുമാറിയ പച്ച മ്ലേച്ഛതകൾ ഉയർന്ന ആ പശ്ചാത്തലത്തിൽ ആകാശത്ത് നിന്ന് അഗ്നിഗന്ധകങ്ങളെ വർഷിച്ച് ചരിത്രത്തിൻ്റെ തീക്കടലാക്കി സോദോമും പുത്രി നഗരങ്ങളുടെയും അവശിഷ്ടങ്ങൾ കത്തിക്കരിഞ്ഞ് കൺമുൻപിൽ കിടക്കുമ്പോൾ ഈ തലമുറയോടും വേദപുസ്തകം വിളിച്ചു പറയുന്നു, ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്തിലെ ഓരോ ഭാഗങ്ങൾ പഠിച്ചു നോക്കൂ. ദൈവത്തിന് സ്തോത്രം. ഭക്തനായ ദാവീദ് പാപം ചെയ്തപ്പോൾ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം പ്രതികൂലമായി ഉയർന്നില്ലേ? എന്തിന്? ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ പാപം ചെയ്തപ്പോൾ അവരുടെ ജനതയുടെ ആരാധനാ കേന്ദ്രം ഉൾപ്പെടെ ദൈവത്തിൻ്റെ വിധിക്ക് വിധേയമായില്ലേ? സ്തോത്രം. അനന്യ സബീറമാർ പരിശുദ്ധാത്മ വ്യാപാരം പകർന്നിറങ്ങിയ കാലത്ത് പാപം ചെയ്തപ്പോൾ ബാല്യക്കാർ അവർക്ക് വേണ്ടി ശവക്കുഴി വെട്ടേണ്ടി വന്നില്ലേ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ബൈബിൾ ന്യായം വിധിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം നന്നായി വരച്ചു കാട്ടുന്നുണ്ട്. ദൈവത്തിൻ്റെ വിശിഷ്ട സ്വഭാവങ്ങൾ ഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാലഗണന മനുഷ്യൻ്റെ കാലഗണനയുമായി കാല അനുപാതത്തിലല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ന്യായം വിധിക്കുന്ന ദൈവമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വളരെ ശ്രദ്ധിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. ഞാൻ എന്താണ് ആ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മുൻപിൽ ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവത്തിൻ്റെ കാലഗണന നമ്മുടെ കാലഗണനയുമായി കാലാനുപാതത്തിലല്ല. മലയാള പദപ്രയോഗങ്ങളിൽ അല്പം കഠിനമായി തോന്നുമെങ്കിലും കുറച്ചുകൂടെ മനസ്സിരുത്തി എൻ്റെ പ്രിയപ്പെട്ടവർ അതൊന്ന് വിലയിരുത്തണം. എന്താണ് കാലാനുപാതം? നമുക്കറിയാം, മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. COVID-19 എന്ന ഈ ദുരന്തം നമ്മുടെ തലമുറ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾക്ക് ഇതിനെ നേരിടാൻ അല്പമല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഓർക്കുക, നമ്മുടെ കാലം കൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് തിരിച്ചടി നടക്കുമ്പോൾ ദൈവമുണ്ട്, ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിന് പെട്ടെന്ന് ഭരിക്കും. ദൈവത്തിൻ്റെ ആയുസ് എപ്പോഴാ? തിരുവെഴുത്ത് എങ്ങനെയാ? തിരുവെഴുത്ത് എന്താ പറയുന്നേ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തെക്കുറിച്ച് പറയുന്ന 1000 സംവത്സരം അവൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഒരു യാമം നമ്മുടെ കൺമുൻപിൽ കടന്നു പോകുന്ന ലാഘവമേ ഉള്ളൂ ദൈവത്തിന് 1000 വർഷം പോകുന്നത്. ഒരു ദിവസം എത്ര യാമമുണ്ട്? 3 മണിക്കൂർ ഒരു യാമം, 4 യാമം ഒരു രാത്രി, 8 യാമം ഒരു ദിവസം, 24 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ 8000 കൊല്ലം കടന്നു പോകുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ഒരു ദിവസം കടന്നു പോകുന്ന ലാഘവമേ ദൈവത്തിൻ്റെ നിത്യത്വത്തിനുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ നിത്യത്വത്തിൻ്റെ കാലഗണനയിൽ മനുഷ്യനെ ഈ ഭൂമിയിലാക്കിയിട്ട് ദൈവത്തിൻ്റെ ഒരു ദിവസം പൂർണ്ണമായിട്ടില്ല. നമുക്കോ 70 സംവത്സരം അല്ലെങ്കിൽ 80 സംവത്സരം. അപ്പോൾ ഈ 70-80 വർഷത്തിൻ്റെ കണഞ്ഞാങ്കുടുക്ക പോലുള്ള ഈ തല കൊണ്ട് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ന്യായം വിധിക്കുന്ന ദൈവം ഇല്ലെന്ന് തോന്നും. എന്നാൽ വേദപുസ്തക ചരിത്രം വ്യക്തമായി പറയുന്നു, ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. വർത്തമാനകാലത്ത് ന്യായം വിധിക്ക് നടക്കുമോ? ഭക്തിത്രയങ്ങളിൽ പ്രധാനിയായ അബ്രഹാമേ നീ ആയാലും, ഇസ്രയേലിൻ്റെ മധുരഗായകനായ ദാവീദേ അവിടുന്നായാലും, ദൈവത്തിൻ്റെ തേജസ് കത്തിയിറങ്ങിയ ജെറുസലേം ദൈവാലയമേ അവിടുന്നായാലും,
പാപം നിന്നിൽ ആധിപത്യം പുലർത്തിയാൽ ന്യായവിധിയുടെ കരം ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വെളിപ്പെട്ടു വരും. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, തിരുവെഴുത്തൊന്ന് പഠിച്ചു നോക്കുക. സ്വന്തം അപ്പനെ വസ്ത്രം ധരിച്ച് യാക്കോബ് കബളിപ്പിച്ചില്ലേ? കബളിപ്പിച്ച സമയം അപ്പൻ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ചരിത്രം മുൻപോട്ട് നീങ്ങി. സ്വന്തം മക്കൾ വനത്തിൽ നിന്ന് കയറി വന്നപ്പോൾ പൊതിക്കെട്ടുമായിട്ടാണ് വന്നത്. അവർ പറഞ്ഞു, നിന്റെ മകൻ ജോസേഫിൻ്റേതാണോ ഈ വസ്ത്രമെന്ന് നോക്ക് എന്ന് അപ്പൻ എന്ന യാക്കോബിനോട് പറഞ്ഞു. കണ്ടപ്പോൾ പറിച്ചു കീറി മൃഗം കൊന്നിരിക്കുന്ന മകൻ്റെ വസ്ത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കെട്ടിപ്പിടിച്ചവൻ അലറിക്കരയുന്നു. കബളിപ്പിക്കല. വർഷങ്ങൾക്ക് പുറകിൽ അപ്പനെ കബളിപ്പിച്ചത് നോട്ട് ചെയ്ത് വെച്ചിട്ട് സർവശക്തൻ്റെ കരം അവൻ്റെ ആയുസ്സിൽ അതിന് കരയാൻ തിരിച്ചു വഴിയൊരുക്കി. മറക്കരുത്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മറ്റൊരുത്തൻ്റെ കണ്ണുനീരിന് നീ അവസരം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ചരിത്രം നിന്നെ കരയിക്കേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദൈവത്തിന് സ്തോത്രം. എത്രയോ തെളിവുകൾ തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ എടുക്കുവാൻ കഴിയും. വേദപുസ്തകം പറയുന്ന നിരവധി തെളിവുകൾ. അബ്ശാലോം അപ്പൻ്റെ 10 വെപ്പാട്ടികളെ മലിനപ്പെടുത്തി. മരണം എങ്ങനെയായിരുന്നു? ഓടിച്ചു പോകുന്ന സമയം, കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോകുന്ന സമയം, അവൻ്റെ തലമുടി കരിവേലകത്തിൽ ചുറ്റി താഴേക്ക് തൂങ്ങിക്കിടക്കുമ്പോൾ 10 ബാല്യക്കാർ വളഞ്ഞിട്ട് തല്ലിക്കൊല്ലുകയായിരുന്നില്ലേ? ശിംശോന്റെ പാപം ഏത് അവയവത്തിൽ തുടങ്ങിയതാണ്? കണ്ണിൽ. പക്ഷേ അവസാനം എങ്ങനെയായിരുന്നു? 2 കണ്ണുകളും കുത്തിപ്പൊട്ടിക്കപ്പെട്ടവനായി നിലവിളിക്കുമ്പോൾ എവിടെ തുടങ്ങിയത് എവിടെ തിരിച്ചു കിട്ടി? നിങ്ങൾ തിരിച്ചു ചിന്തിക്കുക. ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ അനാവശ്യമായ ഭാഗത്തേക്ക് നോക്കിയതുകൊണ്ട് തൻ്റെ കൊട്ടാരത്തിൽ നടന്ന കുട്ടിക്കല്യാണം പുറത്തധികം അറിഞ്ഞില്ലെങ്കിലും പ്രത്യാഘാതം എത്ര ഭയങ്കരമായിരുന്നു. പ്രവാചകൻ അവൻ്റെ മുഖത്ത് ചൂണ്ടി പറഞ്ഞ വാക്കുകൾ, ആ മനുഷ്യൻ നീ തന്നെ. ചങ്കിൽ ചാട്ടുളി പോലെ കുത്തിക്കയറിയ വാക്കിന് മുൻപിൽ അലറിക്കരഞ്ഞെങ്കിലും അതിൻ്റെ പുറകിൽ കിട്ടിയത് തിരിച്ചടി ചെറുതായിരുന്നില്ല കേട്ടോ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവസന്നിധിയിൽ ചെയ്ത ചില തെറ്റുകൾ അനുദപിച്ചേറ്റു പറയുമ്പോൾ ദൈവം ക്ഷമിക്കുമെങ്കിലും വരച്ചിട്ടുകൊള്ളുക. കണ്ണടയുന്നതിന് മുൻപ് നിന്റെ ജഡത്തിൽ അനുഭവിച്ച് തീർക്കേണ്ടതിന് ശിക്ഷയുടെ ചില വടികൾ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും. ഞാൻ ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭയത്തോടെ പറയട്ടെ, ഇപ്പോൾ ചെയ്യുന്ന ചെയ്തികൾ ആരും അറിഞ്ഞില്ലെന്ന് വിചാരിക്കരുത്. സർവശക്തൻ്റെ കരം നമുക്ക് നേരെ തിരിയും. അബിമേലേക്ക് യെരുബാലിൻ്റെ 70 മക്കളെ ഒരു കല്ലിൽ വെച്ച് കൊന്നു. നിങ്ങൾക്കറിയാമോ ചരിത്രം? കല്ലും വാളും ഉപയോഗിച്ചാണ് ഇവരെ കൊല്ലാൻ ഉപയോഗിച്ചത്. അതിൽ ഒരു മകൻ യോഥാം രക്ഷപ്പെട്ടു. വർഷങ്ങൾ മുൻപോട്ട് നീങ്ങി. അബിമേലേക്ക് ഒരു മതിൽക്കെട്ടിനോട് ചേർന്ന് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു തിരികല്ലൻ പിള്ളയെടുത്ത് മതിൽക്കെട്ടിന് മുകളിൽ നിന്ന് ഇയാളുടെ തലയിലേക്കിട്ടു. തല തകർന്ന് ചോരയിൽ കുളിച്ച് നിലത്ത് വീണു. മുൻപിൽ വന്ന ബാല്യക്കാരനോട്, ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നീ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞപ്പോൾ വെട്ടിക്കൊല ചെയ്യപ്പെടുമ്പോൾ അബീമേലെക്കിന്റെ മരണം 2 ഉപകരണങ്ങളാൽ സംഭവിച്ചു. ഒന്ന് കല്ല്, മറ്റൊന്ന് വാള്. വർഷങ്ങൾക്ക് പുറകിൽ നിസ്സഹാരായ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ വാളും കല്ലും ഉപയോഗിച്ച അബീമേലേക്ക് ഓർത്തില്ല, ചില വർഷങ്ങൾക്ക് ശേഷം ഈ കല്ലും വാളും തൻ്റെ തലയിലേക്ക് തിരിച്ചു തിരിയുമെന്ന്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. റാന്നിയിൽ വിതച്ചാൽ റാന്നിയിൽ കൊയ്യും. തിരുവല്ലയിൽ വിതച്ചാൽ തിരുവല്ലയിൽ കൊയ്യും. കൊയ്യുന്നത് ഒരിടത്തും വിതയ്ക്കുന്നത് മറ്റൊരിടത്തും ആയിരിക്കയില്ല. വിതയ്ക്കുന്നിടത്ത് തന്നെ കൊയ്യും. വിതയ്ക്കുന്നത് അല്പമായിരിക്കും, കൊയ്യുന്നത് ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് കയ്യിൽ കറപറ്റാതെ വിശുദ്ധ ജീവിതം നയിക്കുക, നിത്യതയ്ക്കായി സജ്ജമാകുക. ഒരു കർത്തൃദാസൻ ആത്മീക ശുശ്രൂഷയ്ക്കായി കൊട്ടാരത്തിലോട്ട് കയറി ചെല്ലുന്നു. ശൗൽ ദാവീദിനെ കണ്ടിട്ട് കയ്യിൽ കുന്തമെടുത്ത് ആ ഭ്രാന്തൻ ഒരൊറ്റയേറ്. പക്ഷെ അത് ഉള്ളിൽ ഒരു പ്രത്യേക ഭാഗത്ത് തറച്ചു കയറി ദാവീദ് ഒഴിഞ്ഞു മാറി. ദൈവം അതിന് ഡേറ്റ് ഇട്ടു. വർഷങ്ങൾക്ക് ശേഷം ഇതാ ഒരു ബാല്യക്കാരൻ അമാലേക്കൻ ഓടി വരുമ്പോൾ ഒരുവൻ തൻ്റെ കുന്തത്തിൽ കയറി നിൽക്കുന്നത് കണ്ടു. കുന്തം അവൻ്റെ ശരീരത്തെ തുളച്ച് കയറി കഴിഞ്ഞു. അവൻ കൊല്ലപ്പെടുന്ന രംഗം ഏറ്റവും ഹൃദയഭേദകമാണ്. എന്നെ ഭയപ്പെടുത്തുന്ന
ഒരു സംഭവം ഈ വിഷയത്തിൽ പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരട്ടെ. ആ രാത്രിയിൽ ബേത്ശേമ്യർ വന്ന് ഇദ്ദേഹത്തിൻ്റെ തലയില്ലാത്ത ജഡമുയർത്തി, എൻ്റെ ചിന്തയിൽ ഉള്ളു തുളച്ചു കയറിയിരിക്കുന്ന കുന്തത്തോടുകൂടെ അവരുടെ ക്ഷേത്രത്തിൻ്റെ ചുവരിൽ ഈ ശിരസില്ലാത്ത ജഡം തൂങ്ങി നിൽക്കുകയാണ്. ശിരസില്ലാത്ത ജഡം ഒരു ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ തൂങ്ങി നിൽക്കുമ്പോൾ എൻ്റെ ചിന്ത, കുന്തത്തിലാണ് ഈ ജഡം തൂങ്ങി നിൽക്കുന്നത്. ആത്മഹത്യയ്ക്ക് ഉപയോഗിച്ച സ്വന്തം കുന്തം, ഉദരം തുളച്ചപ്പുറത്ത് കയറിയ കുന്തം, ആദ്യം ചെയ്ത പ്രവൃത്തി എന്ത്? ഒരഭിഷിക്തന് നേരെ ചാണ്ടി. വർഷങ്ങൾ കഴിഞ്ഞും തിരിച്ചു പാഞ്ഞു. അത് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, അഭിഷിക്തന്മാർക്ക് നേരെ ചാണ്ടുന്ന കുന്തം അത് വാക്കിൻ്റെതായാലും പ്രവൃത്തിയുടേതായാലും ചരിത്രത്തിൻ്റെ യാത്രയിൽ കാലത്തിൻ്റെ കാവ്യനീതിയായി നിന്റെ നെഞ്ചിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളത് നഗ്ന സത്യമാണ്. ചരിത്രം അതിന് തിരിച്ച് മറുപടി പറയും. നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ വർത്തമാനകാലത്ത് ന്യായവിധിയുണ്ട്. വർത്തമാനകാലത്ത് ന്യായവിധിയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ ഭാവി കാലത്ത് ന്യായവിധിയുണ്ടോ? വിശുദ്ധ ബൈബിൾ ഭാവികാല ന്യായവിധിയുടെ ചിത്രം നമ്മുടെ കൺമുൻപിലേക്ക് വരച്ചു തരികയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ ഉള്ള വാക്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. ശരിക്കും നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ആ സിംഹാസന രംഗം ഒന്ന് ആത്മക്കണ്ണുകൾ കൊണ്ട് കാണണം. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ എത്ര സിംഹാസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഏകാധിപത്യത്തിൽ അധിഷ്ഠിതമായ നെബുക്കദ്നേസറിൻ്റെ, നെബോണിദസിൻ്റെ, ബെൽസസറിൻ്റെ, എവിൽ മേരോദേക്കിൻ്റെ, ലോകത്തെ കിടുകിട വിറപ്പിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യ ഭരണാധികാരികളുടെ ചെങ്കോലും കിരീടവും ഒക്കെ എവിടെ? അതൊക്കെ കൊടുങ്കാറ്റിൽ കരിയില പോലെ പറന്നുപോയില്ലേ? ഇരുന്നവനൊക്കെ എന്തിയേ? 6 അടി മണ്ണിൽ നീറി തീർന്നില്ലേ? ഭാരതത്തിൻ്റെ പ്രതാപത്തിൻ്റെ പ്രതീകമായിരുന്നില്ലേ മയൂരസിംഹാസനം? താമ്രമണി, പീതരത്നം, വജ്രം, ഗോമേതകം, നീലക്കല്ല്, മാണിക്യം, മരതകം എന്നിത്യാദി രത്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ $65 കോടി ഇന്നത്തെ വില വരുന്ന ആ മയൂരസിംഹാസനം, ഇറാനിലെ ജയിലറയ്ക്കകത്ത് ഇലക്ട്രിക് അലാറം സെറ്റ് ചെയ്തിരിക്കുന്ന ഇന്നുമുള്ള മയൂരസിംഹാസനം, അതിലിരുന്ന ഭരണാധികാരികൾ ഇവിടെ? മരണം കൊണ്ട് അവരൊക്കെ കസേര വിട്ടൊഴിഞ്ഞു. എന്നാൽ ഇരുന്നതിന് ശേഷം ഇതുവരെ കസേര വിട്ടൊഴിയാതെ ഈ ദൂത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തി പദം അലങ്കരിച്ചുകൊണ്ട് ന്യായാസനത്തിലിരിക്കുന്ന ഒരു മഹാജഡ്ജിയുണ്ട്. അവൻ നാം സേവിക്കുന്ന ഉന്നതന് മീതെ ഉന്നതനും അതിനു മീതെ അത്യുന്നതനുമായ മഹാദൈവമാണ്. അവൻ ചരിത്രത്തിൻ്റെ ചക്രം പിടിച്ചുകൊണ്ട് അവൻ സിംഹാസനത്തിലുണ്ട്. അവൻ്റെ കൺമുൻപിൽ വിധി ദിനം വരികയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 20-11. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ആ ഭാഗം വളരെ ഗൗരവമായി ആ ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധ പോകണം. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു കൊയ്യാൻ തുടങ്ങുന്ന സംഭവങ്ങളാണ്. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ആഴത്തിൽ കടക്കാൻ നിവർത്തിയില്ല. ചരിത്രത്തിൽ ഇന്നലകളിൽ ന്യായവിധി സംഭവിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ഇന്നുകളിൽ ന്യായവിധി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചരിത്രത്തിൽ നാളെ ന്യായവിധി സംഭവിക്കും. ആ ന്യായവിധിയുടെ രംഗം പരിശുദ്ധാത്മാവ് ചിത്രീകരിക്കുകയാണ്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. വായിച്ചു കേൾക്കാം. നിങ്ങൾക്ക് ഭാഗം വായിച്ചു കേൾക്കാം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. ശ്രദ്ധിക്കണം. സിംഹാസനത്തിൽ ഒരാൾ ഇരിക്കുന്നു. ഒരു പുരുഷ രൂപം, ഒരു പുരുഷ കേസരി സിംഹാസനത്തിൽ ഇരിക്കുന്നു. സ്തോത്രം. അതാരാണ് എന്ന് ഒന്ന് പരിചയപ്പെടുത്തി മുൻപോട്ട് പോകാം. അത് സോക്രട്ടീസ് അല്ല, അത് പ്ലേറ്റോ അല്ല, അത് അരിസ്റ്റോട്ടിൽ അല്ല, അത് മുഹമ്മദ് നബി അല്ല, അത് മറ്റ് ലോകത്തിലെ ഒരു മതസ്ഥാപകന്മാരുമല്ല, അത് ഒരു രാഷ്ട്രമീമാംസകന്മാരുമല്ല. അത് ആരാണെന്ന് വിശുദ്ധ ബൈബിൾ ഉറപ്പിച്ചു പറയുന്നു. മനുഷ്യകുലത്തിൽ നിന്ന് ഒരു യോഗ്യത പ്രാപിച്ച വ്യക്തിക്ക് മാത്രമേ ആ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റൂ. ദൈവമാണോ? അല്ല. ദൈവമല്ലെന്ന് പറഞ്ഞാൽ തെളിയിക്കാം. ദൈവമാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നതെന്നിരിക്കട്ടെ. ദൈവമാണ് വിധിക്കായി സിംഹാസനത്തിൽ ഇരിക്കുന്നത്. മനുഷ്യകുലം വിസ്തരിക്കപ്പെടാൻ വേണ്ടി വന്നു നിൽക്കുന്നു. അപ്പോൾ മനുഷ്യൻ നീതിമാനായ ദൈവത്തോട് ചോദ്യം ചോദിക്കാമെന്നിരിക്കട്ടെ. ദൈവമേ, നീ ജഡ്ജിയായിരിക്കുന്നു,
ഞങ്ങൾ വിസ്തരിക്കപ്പെടാൻ നിൽക്കുന്നു. മനുഷ്യത്വത്തിൻ്റെ ജഡബലഹീനതകൾ തിരിച്ചറിയാൻ കഴിയാവുന്ന അങ്ങയ്ക്കെങ്ങനെ മനുഷ്യത്വത്തിൻ്റെ ജഡബലഹീനതകളാൽ പാളിച്ച പറ്റിയ പാവം മനുഷ്യരായി ഞങ്ങളെ വിധിക്കാൻ കഴിയും? അങ്ങ് ദൈവം, ഞങ്ങൾ മനുഷ്യർ. മനുഷ്യത്വത്തിൻ്റെ ബലഹീനത അറിയാത്ത അങ്ങയ്ക്കെങ്ങനെ ഞങ്ങളെ വിധിക്കാൻ കഴിയും? ദൈവത്തിൻ്റെ മറുപടിയുണ്ട്, മനുഷ്യ, നിന്റെ മനുഷ്യത്വത്തിൻ്റെ ജഡബലഹീനതകൾ നന്നായി മനസ്സിലാക്കി മരണത്തെ ഭേദിച്ചുയർത്ത ഒരുവനുണ്ട്. അതെൻ്റെ പുത്രനാണ്. അവനെ ഞാൻ ജഡ്ജിയായി വരുത്താൻ തുടങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ന്യായവിധിക്ക് ജഡ്ജിയാകാൻ മനുഷ്യകുലത്തിൽ നിന്ന് ഒരാൾക്ക് നിയോഗമുണ്ട്. ആരായിരിക്കും ആ ജഡ്ജി? ധന്യനായ പൗലോസ്ലീഹ, ആ പത്രോസ്ലീഹ ആ വിഷയത്തെ സംബന്ധിച്ചും പൗലോസ്ലീഹ ആ വിഷയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കിയാനങ്ങ് പറയാം, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കൊണ്ട് ന്യായവിധിയുടെ ഉറപ്പ് ദൈവം ലോകത്തിന് കൊടുത്തിരിക്കുന്നു. ലോകം വിശാലമായ കല്ലറകൾ നിറഞ്ഞ സ്ഥലമാണ്. ഞാൻ കണ്ടതിൽ വെച്ചും ഏറ്റവും വലിയ കല്ലറപ്പട്ടണം ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബിയാണ്. ലോകത്തെ കിടുകിട വിറപ്പിച്ച നിരവധി രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും ഇംഗ്ലണ്ടിലെ മകുടങ്ങളായി ശോഭിച്ച അനേക ഉന്നതന്മാരുടെയും നിരവധി കല്ലറകളുടെ നീണ്ട നിരകൾ അവിടെയുണ്ട്. നിങ്ങൾ മക്കപ്പേല ഗുഹയിലെത്തിയാൽ അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ, ലേയയുടെ ശവകുടീരങ്ങൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇറാഖിൽ പുരാതന പേർഷ്യൻ ഭരണാധികാരികളുടെ കല്ലറകളുടെ ഇടയിൽ നോക്കിയാൽ ദാനിയേൽ പ്രവാചകൻ്റെ കല്ലറ നിങ്ങൾക്ക് കാണാം. ദാനിയേൽ പ്രവാചകൻ്റെ കല്ലറ ഇറാൻ ഇറാഖ് മേഖലകളിൽ ഉണ്ട് എന്ന് ചരിത്രം പറയുന്നു. എന്തിന്? നിങ്ങൾ സലാലയിലെത്തിയാൽ ഇയ്യോബിൻ്റെ കല്ലറ നിങ്ങൾക്ക് നേരിട്ട് കാണാം. അവിടെ കോഴിക്കോടുകാരൊരു സുഹൃത്ത് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇന്നും ലിറ്ററലായ കല്ലറയുണ്ട്. ഞാനൊരു വസ്തുത പറയട്ടെ. കല്ലറകളിൽ ദാനിയേലിൻ്റെ കല്ലറയുടെ മേൽമൂടി തകർത്താൽ അതിൽ നിന്ന് മരിച്ച ആളിൻ്റെ തിരു അവശിഷ്ടങ്ങൾ ശാസ്ത്രത്തിന് കിട്ടും. മക്കപ്പേല ഗുഹയുടെ മേൽമൂടി ഉടച്ചു മാറ്റിയിട്ട് അകത്ത് ഗവേഷണം നടത്തിയിട്ട് ആ പൊടിക്കകത്ത് ശാസ്ത്രം ഒരു പരിശോധന നടത്തിയാൽ പിതാക്കന്മാരുടെ ശവശിഷ്ടങ്ങളുടെ അവശിഷ്ടങ്ങൾ അല്പമെങ്കിലും കിട്ടും. സലാലായിൽ ഇയ്യോബിൻ്റെ ശവകുടീരത്തിൻ്റെ മേൽമൂടിക്കകം പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകളുടെ അല്പമെന്നും കിട്ടിയെന്ന് വരാം. എന്നാൽ തിരുശേഷിപ്പ് അവശേഷിപ്പിക്കാതെ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവിൻ്റെ കല്ലറ. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ ന്യായവിധിയുടെ ജഡ്ജി അവൻ തന്നെ ആയിരിക്കും എന്നതിൻ്റെ ഉറപ്പ് ചരിത്രത്തിൽ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ജഡ്ജിയായിരിക്കുന്നത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു തന്നെ ആയിരിക്കും. യേശു ക്രിസ്തു ജഡ്ജിയായി സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും ഞാൻ കണ്ടു. എൻ്റെ ചിന്ത ഞാൻ പറയാം. ഹന്നാവും കയ്യാഫാവും പീലാത്തോസും ഹേരോദാവും മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഹിറ്റ്ലറും മുസോളിനിയും ലോകത്തെ കിടുകിട വിറപ്പിച്ച സകല ഭരണാധികാരികളും ഒരുപോലെ വന്ന സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുകയാണ്. സ്തോത്രം. ആ രംഗം ഞാൻ ആത്മക്കണ്ണുകൾ കൊണ്ട് കാണുന്നു. ആ പ്രത്യേക സമയത്ത് അവർ വിചാരിച്ചു കാണും, ഹന്നാവും കയ്യാഫാവും പീലാത്തോസും ഒക്കെ വിചാരിച്ചു കാണും, സ്തോത്രം, ഇതാര്? മറിയയുടെ മകനെന്ന് തിരിച്ചു പറഞ്ഞ, തച്ചൻ്റെ മകനെന്ന് കുറച്ചു പറഞ്ഞ, അഭിസാരിക സന്തതി എന്ന് അപമാനിച്ച, കൈ കഴുകി ഒഴിഞ്ഞിട്ട് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് മരണത്തിന് വേണ്ടി വലിച്ചെറിഞ്ഞു കൊടുത്ത ആ കാലഘട്ടത്തിൻ്റെ സമൂഹം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അയ്യോ, ഇതുപോലൊരു വ്യക്തിത്വം സാധാരണക്കാരനല്ല, ഇവൻ കേവലം മറിയപുത്രനല്ല, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ മഹാദൈവത്തിൻ്റെ ഏകജാതനാണ് എന്ന ചിന്ത അവരുടെ മനസ്സിനെ ഭരിക്കുമ്പോൾ അവരുടെ ആത്മാക്കൾ മുട്ടുമടക്കി നിൽക്കുന്ന രംഗം ന്യായാസനത്തിന് മുൻപിൽ ഞാൻ കാണുന്നു. ഞാൻ ഈ വാക്യം ഇങ്ങനെ ഉദ്ധരിക്കട്ടെ. ഫിലിപ്പ് ലേഖനത്തിലെ പ്രയോഗം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു തന്നെ കർത്താവെന്ന് പിതാവിൻ്റെ മഹിമയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഈ വചനം വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ എത്ര പേർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്? അതാ ആ ന്യായവിധി ദിവസം സിംഹാസനത്തിന് മുൻപിൽ ഒരു വലിയ പറ്റം ആളുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ കോടതി കണ്ടിട്ടുണ്ടാകും.
എന്താണ് കോടതിയുടെ സ്വഭാവം? വിസ്താരം കണ്ടിട്ടുണ്ടോ? എന്തായിരിക്കും ആ രംഗം? ഇവിടുത്തെ കോടതിയുടെ വിസ്താരം എടുക്കുക. നിങ്ങൾക്ക് സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഡിസ്ട്രിക്റ്റ് കോർട്ടിൽ അപ്പീൽ പോകാം. ഡിസ്ട്രിക്റ്റ് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഹൈക്കോർട്ടിൽ അപ്പീൽ പോകാം. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ സുപ്രീം കോർട്ടിൽ അപ്പീൽ പോകാം. സുപ്രീം കോർട്ടിൽ തോറ്റാൽ പ്രസിഡന്റിന്റെ അടുക്കൽ നിങ്ങൾക്ക് ദയാഹർജി കൊടുക്കാം. അവിടെയും വിധി തള്ളിയാൽ, തൂക്കിലിടാൻ വിധിച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, വിധി നടപ്പിലാകുകയേ ഉള്ളൂ, നിവർത്തി അല്ല. പ്രസിഡന്റിന്റെ ദയാഹർജിയും തള്ളിക്കഴിഞ്ഞ് ആളിനെ തൂക്കിലിടാൻ, നിർഭയ കൊലക്കേസിലെ രംഗം നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയതാണല്ലോ. തൂക്കിലിടാൻ തുടങ്ങുന്നതിൻ്റെ തലേ വൈകിട്ട് വെളുപ്പിനെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ചൊക്കെ കൊണ്ടുപോകുന്ന രംഗമില്ലേ, അതിന് തൊട്ട് മുൻപ് ഒരു പോലീസുകാരൻ സെല്ലിലേക്ക് എത്തി നോക്കിയപ്പോൾ ആളങ്ങ് ചത്തുകിടക്കുന്ന കാഴ്ച കണ്ടെന്നിരിക്കട്ടെ. പിറ്റേ രാവിലെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഗവൺമെൻറ്റും കോടതിയും തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആൾ തലേ രാത്രിയിൽ പെട്ടെന്ന് മരിച്ചാൽ എന്തായിരിക്കും വിധിയുടെ സ്വഭാവം? നിയമം അറിയാവുന്നവരോട് ചോദിക്കണം. അവർ പറയും, വിധി നടപ്പിലാക്കുന്നതിന് മുൻപ് ഇവിടെ ഒരു പ്രതി സ്വാഭാവികമായി മരിച്ചാൽ ഇവിടുത്തെ വിധി നിയമപരമായി അസാധുവാകും. എന്നാൽ ഞാനൊരു വസ്തുത അടിവരയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കും മുൻപ് ഓർപ്പിക്കാം. ദൈവകോടതിയിൽ തൻ്റെ പുത്രന്റെ ജഡ്ജിമെന്റ് സീറ്റിൽ അവൻ്റെ വിധി നടക്കുന്നതിന് മുൻപ് മനുഷ്യരിൽ ആര് എങ്ങനെ മരിച്ചാലും മരണം കൊണ്ട് വിധി അസാധുവാക്കാതെ ചത്ത് കിടക്കുന്നവനെ സെമിത്തേരിയിൽ നിന്ന് ഉയർപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു ജഡ്ജിയുണ്ടെങ്കിൽ അതിന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവല്ലാതെ മറ്റൊരുത്തനെയും ചരിത്രത്തിൽ കണ്ടിട്ടില്ല. അവൻ കല്ലറയ്ക്കകത്ത് നിന്നും കക്ഷിയെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് അന്തിമ വിധിയിൽ കണക്ക് തീർക്കും. ആ വിധിയുടെ സ്വഭാവം എങ്ങനായിരിക്കും? വിചാരിക്കരുത് കൂട്ടവിധിയാണെന്ന്. കത്തോലിക്ക, യാക്കോബായ, ഓർത്തഡോക്സ്, CSI, CNI, ഇവാഞ്ചലിക്കൽ, IPC, ചർച്ച് ഓഫ് ഗോഡ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ ലേബലിലേ അല്ല വിധി. വിധി വ്യക്തിപരമായിരിക്കും. മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ കോടതി കണ്ടിട്ടുള്ളവർ ഓർക്കുക, എങ്ങനെയാണ് വിസ്താരം നടക്കുന്നത്? പ്രതിക്കൂട്ടിലോട്ട് കയറ്റി നിർത്തിക്കഴിഞ്ഞാൽ ചോദ്യത്തിൻ്റെ കൂർത്തുമൂർത്ത മുനകൾ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ സജ്ജമാകുന്ന രംഗം ഏറ്റവും അതേ ശ്രദ്ധേയമാണ് ഈ വിസ്താര സമയം. ഇതുപോലെ ദൈവകോടതിക്ക് ഒരു വിസ്താര രംഗമുണ്ട്. ആ ദൈവകോടതിയുടെ വിസ്താര രംഗം എന്തായിരിക്കും? സാക്ഷ്യരംഗം. ഞാൻ പറയാം, സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ വിധിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഒരു വാക്യം മാത്രം നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. സഭാപ്രസംഗി 11:9 വാക്യം, വിധിയുടെ സ്വഭാവം. ശ്രദ്ധിച്ച് കേൾക്കുക. എന്തുകൊണ്ട് ഇവൻ മൂഢനായി എന്നതിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയുകയാണ്. എന്തുകൊണ്ട് മൂഢനായി? സഭാപ്രസംഗി 11:9 വായിച്ചു. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. യൗവനകാലത്ത് നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴിയിലും നിനക്ക് ബോധിച്ചത് വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക്. എന്താ ദൈവദാസനെ ഒന്നുകൂടെ പ്രയോഗം ഒന്ന് വായിച്ചാട്ടെ. ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക്. എന്റെ ശ്രോതാക്കൾ ശ്രദ്ധിച്ച് കേൾക്കുക. നടക്കാൻ തുടങ്ങുന്നത് കൂട്ടവിധിയല്ല, നടക്കാൻ തുടങ്ങുന്നത് വ്യക്തിഗത വിസ്താരമാണ്. വ്യക്തിഗത വിസ്താരമോ? അതെ, വ്യക്തിഗത വിസ്താരം. എന്തൊക്കെയായിരിക്കും വ്യക്തിഗത വിസ്താരത്തിന്റെ സ്വഭാവം? വ്യക്തിഗത വിസ്താരത്തിൽ സാക്ഷ്യത്തെളിവുകൾ അവതരിപ്പിക്കപ്പെടും. ഞാൻ ആ രംഗം ഭയത്തോടെ നിങ്ങളുടെ മുൻപിൽ ചിത്രീകരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചിലരോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. ഇത് സങ്കല്പമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ദൈവപുത്രൻ ദമസ്കോസിന്റെ പടിവാതുക്കൽ കത്തിത്തിളങ്ങുന്ന പ്രഭയിൽ ശൗലിനോട് മുള്ളിന് നേരെ ഉതയ്ക്കുന്നത് നിനക്ക് നന്നല്ലെന്ന് അരുളി ചെയ്ത ദിവ്യപ്രഭയിൽ ഇറങ്ങി വന്നതുപോലെ, പത്മോസിന്റെ ഏകാന്തതയിൽ നിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടി തേജസ്വിയായി വെളിപ്പെട്ടതുപോലെ അവന്റെ ദിവ്യപ്രഭാവത്തിൽ സ്വർഗീയ വിധിപീഠത്തിൽ അവൻ സിംഹാസനാരൂഢനായി വരുമ്പോൾ അവന്റെ മുൻപിൽ മനുഷ്യകുലം മുഴുവൻ വന്നു നിൽക്കുകയാണ്. സ്തോത്രം. ഈ മനുഷ്യകുലത്തിൽ രക്ഷിക്കപ്പെട്ടവർ അവിടെ ഉണ്ടായിരിക്കയില്ല, അഥവാ വിസ്തരിക്കപ്പെടേണ്ടതിന് വേണ്ടി അവിടെ ഉണ്ടായിരിക്കയില്ല. അവൻ രാജാതി രാജാവിനോടൊപ്പം പുത്രന്മാരെ പോലെ മക്കളെ പോലെ ചേർന്ന് ആനന്ദിക്കുന്ന സമയം വരാൻ തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ആ വിസ്താരം എന്ന പ്രയോഗം മനസ്സിൽ കുറിക്കൊള്ളണം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിലെ ഈ വാക്യത്തിന് തുല്യമാണ് പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ 2 ലേഖനം 4:1 പറഞ്ഞിരിക്കുന്നത്. ജീവികൾക്കും മരിച്ചവർക്കും ന്യായ വിസ്താരം നടത്തുവാനിരിക്കുന്ന ക്രിസ്തുവേശുവിനെ സാക്ഷി നിർത്തി എന്ന് പൗലോസ് പറയുമ്പോൾ ചന്തഭാഷയല്ല,
സ്കൂൾ ഭാഷയല്ല, അത് കോർട്ട് ലാംഗ്വേജാണ്, കോടതി ഭാഷയാണ്. അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ജഡ്ജിയായി വെളിപ്പെടാൻ തുടങ്ങുന്ന കർത്താവായ യേശുക്രിസ്തു തന്നെയായിരിക്കും. അവൻ ജഡ്ജിയായി വരികയാണ്. ഇനിയും ഈ ജഡ്ജിയുടെ മുൻപിൽ സാക്ഷികളുണ്ടോ? അതെ, സാക്ഷികളുണ്ട്. നിങ്ങൾ റോമാലേഖനത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ സാക്ഷ്യ തെളിവുകൾ നിങ്ങൾക്ക് ഒന്ന് കാണുവാനായിട്ട് കഴിയും. വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അത് നോട്ട് ചെയ്യുവാനായിട്ട് പ്രത്യേകം ഉത്സാഹിക്കുക. റോമാലേഖനം 2:15 ഒന്നാമത്തെ സാക്ഷി, രണ്ടാമത്തെ സാക്ഷി. ദൈവത്തിന് സ്തോത്രം. 50-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം, മൂന്നാമത്തെ സാക്ഷി, 4-ാമത്തെ സാക്ഷി. ഹബക്കൂക്കിന്റെ പ്രവചനം 2:11 വാക്യം, 5-ാമത്തെ സാക്ഷി. അവിടെ സാക്ഷ്യ തെളിവുകൾ ഞാനൊന്ന് നിരത്തുകയാണ്, വേഗം വരാം. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 2:15 അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു. ഒന്നാമത്തെ സാക്ഷി ശ്രദ്ധിക്കൂ, മനസ്സാക്ഷി. വായിച്ചാട്ടെ അടുത്ത വാചകം. അവരുടെ വിചാരങ്ങൾ. രണ്ടാമത്തെ സാക്ഷി വിചാരങ്ങൾ. തമ്മിൽ കുറ്റം ചുമത്തുന്നു. അങ്ങനെയാണെങ്കിൽ മനസ്സാക്ഷി എന്ന സാക്ഷി, വിചാരം എന്ന സാക്ഷി. 50-ാം സങ്കീർത്തനത്തിന് 4-ാം വാക്യ സമയച്ചുരുക്കം ഞാൻ ഉദ്ധരിക്കാം. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും താഴെ നിന്ന് ഭൂമിയെയും വിളിക്കുന്നു. ആകാശം സാക്ഷി, ഭൂമി സാക്ഷി. ഹബക്കൂക്കിന്റെ പ്രവചനം 2:11 ഉദ്ധരിക്കാം. ചുവരിൽ നിന്ന് കല്ല് ഉത്തരം പറയുകയും മുകളിൽ നിന്ന് തുലാം മറുപടി പറയും, തടിപ്പണി മറുപടി പറയുകയും ചെയ്യുന്ന രംഗം. അങ്ങനെയാണെങ്കിൽ മുകളിലെ തുലാമിന്റെ തടിപ്പണിയും ഭിത്തിയിലെ കല്ലും സാക്ഷി. അങ്ങനെയെങ്കിൽ വിധി നടക്കാൻ തുടങ്ങുകയാണ്. ജഡ്ജ്മെന്റ് സീറ്റിൽ കർത്താവ് ഉപവിഷ്ടനായി കഴിഞ്ഞു. ഇതാ സാക്ഷി ഒന്ന്, മനസാക്ഷി, പ്രസന്റ് സർ. നമ്മളൊക്കെ കോടതിയിൽ ശിപായിമാർ പ്രസന്റ് സർ, ഏ സർ എന്ന് പറഞ്ഞ് ജഡ്ജിയുടെ മുൻപിൽ വെളിപ്പെടുന്നത് പോലെ വ്യക്തി കയറി നിന്ന് കഴിഞ്ഞു. വിസ്താരം ആരംഭിക്കുകയാണ്. മനസാക്ഷി പ്രസന്റ് സർ, വിചാരം പ്രസന്റ് സർ, ആകാശം പ്രസന്റ് സർ, ഭൂമി പ്രസന്റ് സർ, വീടിന്റെ മുകളിലെ മേൽക്കൂരയുടെ തടിക്കഷണങ്ങൾ പ്രസന്റ് സർ, ഭിത്തിയിലെ കല്ല് പ്രസന്റ് സർ. സ്തോത്രം. ഞാനിത് ഒരു ചിത്രീകരണ ശൈലിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരിക്കും രംഗം? നമുക്കൊക്കെ അറിയാം, ക്വാർട്സ് വാച്ചിന്റെ ബാറ്ററി അഴിച്ചു മാറ്റിയാൽ പിന്നെ അതിന് ജീവനില്ല. ഇതുപോലെ അരുത് 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 എന്ന് തെറ്റുകുറ്റങ്ങളുടെ കൂടെയുള്ള ആക്രമണ നിമിത്തം മനസ്സ് കലുഷിതമാകുമ്പോഴും ഉള്ളിന്റെ ഉള്ളറയിൽ പറയേണ്ടതിന് ദൈവത്തിന്റെ സാക്ഷിയെ ദൈവം വെച്ചിട്ടുണ്ട്. അതാണ് മനസാക്ഷി. സ്തോത്രം. പാപ്പാനെ കൊമ്പിൽ കുത്തിപ്പൊക്കി കാലുകൊണ്ട് ചവിട്ടി ഉടച്ച് വലിച്ചു കീറിയതിന് ശേഷം ചിഹ്നം വിളിക്കുന്ന കൊലക്കൊമ്പന് മനസാക്ഷി കുത്തില്ല. വീടിന്റെ മുകൾ കൂരയിൽ എലിക്ക് നേരെ പാഞ്ഞെടുത്ത് അതിനെ കടിച്ചു കീറി തിന്നുന്ന പൂച്ചയ്ക്ക് മനസാക്ഷി കുത്തില്ല. എന്നാൽ മനുഷ്യ, ആരും ഉപദേശിച്ചില്ലെങ്കിലും തെറ്റ് തെറ്റ് എന്ന് നിന്നോട് ഉള്ളിൽ വെച്ച് സംവാദം ചെയ്യുന്ന ഒരു മനസാക്ഷി നിന്നിൽ സജീവമായിട്ടുണ്ട്. ഒരിക്കൽ സോഡിയം പെന്റത്തോളിൻ എന്നറിയപ്പെടുന്ന ഒരു മരുന്നാണെന്ന് എൻ്റെ ഓർമ്മ. കുറ്റവാളികളുടെ സത്യാവസ്ഥ നിരീക്ഷിക്കുവാനായിട്ട് ആക്കുന്ന സമയത്ത് കണ്ടുപിടിച്ച രംഗം വായിച്ചത് ഞാൻ ഓർക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ്റെ കാലിൽ പരുവായിട്ട് ഡോക്ടറിൻ്റെ അടുക്ക് ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഒന്നും കഴിക്കാതെ വരണം, നാളെ രാവിലെ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങുകയാണ്, അതെടുത്ത് കളഞ്ഞ് സ്റ്റിച്ച് ചെയ്യാം. കൃത്യസമയത്ത് ചെന്നപ്പോൾ അവന് ഈ പ്രത്യേക മയക്കുമരുന്ന് കുത്തിവെച്ച് വേദന അറിയാതിരിപ്പാൻ വേദന സംഹാരി എന്നതിൽ കുത്തിവെച്ച് ഓപ്പറേഷൻ നടത്താൻ തുടങ്ങുക. ഡോക്ടേഴ്സ് അത് കുത്തിവെച്ച ഓപ്പറേഷന് തൊട്ട് മുൻപ് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകാം. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവൻ മയങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ മരുന്ന് ഉള്ളിലോട്ട് ചെന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരത്തിൽ ഡോക്ടർ ചോദിച്ചു, ഇന്ന് രാവിലെ എന്തോ കഴിച്ചു? അത് ചപ്പാത്തിയും മീൻകറിയും കഴിച്ചു എന്ന് പറഞ്ഞു. ഇത് പ്രതികരണമായി പറഞ്ഞപ്പോൾ തൊട്ട് മുൻപ് അവൻ കഴിച്ചില്ലെന്ന് ഉറപ്പായി പറഞ്ഞിട്ട് അവൻ്റെ വാഗൊണ്ട് തന്നെ അവനെതിരെ അവൻ സംസാരിച്ചത് കണ്ടപ്പോൾ അതിൽ നിന്ന് ഈ മരുന്ന് ഡെവലപ്പ് ചെയ്ത് കുറ്റവാളികൾ ഉപയോഗിച്ചാൽ കുറ്റവാളികളുടെ ഉള്ളിലെ കള്ളങ്ങൾ തുള്ളി തുള്ളിയായി പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കി. അപ്പോൾ എനിക്കെതിരെ എൻ്റെ മനസാക്ഷിയെ സംസാരിപ്പിക്കാൻ ഇവിടെ മരുന്നിന് ശക്തിയുണ്ടെങ്കിൽ പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവം എൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന തൻ്റെ സാക്ഷിയെ കോടതിക്ക് മുമ്പിൽ സജീവമാക്കുന്നു. തയ്യാർ. സ്തോത്രം. എത്ര വട്ടം സുവിശേഷം കേട്ടു, സ്നാനപ്പെടണമെന്നുള്ള സന്ദേശം എത്ര വട്ടം ചെവിയിൽ മുഴങ്ങി. മനസാക്ഷി പറയും നമുക്കെതിരെ, മനസാക്ഷി വിരൽ ചൂണ്ടും. തീർന്നില്ല കേട്ടോ.
സ്തോത്രം. ആകാശം രംഗത്ത് വരും, ഭൂമി രംഗത്ത് വരും. എന്തിന്? ഉറങ്ങിയ വീടിൻ്റെ മുറിയടച്ച് കർട്ടൻ ക്ലോസ് ചെയ്ത് അകത്ത് ചെയ്ത പ്രവൃത്തി ഒപ്പിയെടുത്ത വീടിൻ്റെ ഭിത്തിയിലെ കല്ല് രംഗത്ത് വരും. എനിക്കും നിനക്കും എതിരെ സാക്ഷി പറയാൻ. ഒടുവിൽ ജീവന്റെ പുസ്തകത്താളിൽ പേരുമില്ലേ, നിത്യ തീപ്പൊയ്യ യാഥാർത്ഥ്യമായി സംഭവിക്കും. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ രംഗം ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. എല്ലാവരും ഏറ്റുപറയാൻ തുടങ്ങുന്ന ഒരു ശബ്ദമുണ്ട്, യേശു ക്രിസ്തു കർത്താവ്. സ്തോത്രം. നിങ്ങൾക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ ആ കരമുയർത്തിയെന്ന് പറയാൻ കഴിയുമോ? യേശുവാണ് കർത്താവെന്നൊന്ന് പറയാൻ കഴിയുമോ? ഞാൻ പറയാം. തള്ളപ്പെടുന്നതിന് മുൻപ് ആ തീത്തടാകത്തിലേക്ക്, അഗ്നിപ്പൊയ്യയിലേക്ക്, ഗന്ധകപ്പൊയ്യയിലേക്ക് തള്ളപ്പെടുന്നതിന് മുൻപ് മനുഷ്യകുലത്തിൽ യേശുവിനെ അവഗണിച്ചവർ പറയും, മുട്ടുമടക്കിക്കൊണ്ട് പറയും, യേശുവാണ് കർത്താവ്. എന്നിട്ട് സ്വർഗത്തിൽ പോകുമെന്നല്ല, തീപ്പൊയ്യയിലേക്ക് തള്ളിക്കളയും. അങ്ങനെയാണെങ്കിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് വിശ്വസ്തയോടെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ സഹജഡ്ജിമാരായി അവനോടൊപ്പം ജഡ്ജിമെന്റ് സീറ്റിന്റെ പിൻപിൽ ആനന്ദിക്കുന്ന ദിവസം വരുന്നു. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും നിൽക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ കല്ലറയ്ക്കിപ്പുറം മാത്രം പ്ലാൻ ചെയ്ത് അവസാനിക്കരുത്. കല്ലറയ്ക്കപ്പുറത്തെക്കുറിച്ച് ചിന്തിക്കുക. ന്യായവിധി യാഥാർത്ഥ്യമാണ്. മനുഷ്യ, എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും തട്ടിപ്പറിച്ചാലും പറ്റിച്ചെടുത്താലും ഒപ്പിച്ചെടുത്താലും, എത്ര വലിയ മണമാളികകൾ പടുത്തുയർത്തിയാലും, കോടികളുടെ സമ്പത്ത് വാരിക്കൂട്ടി ഭൗതിക സമൃദ്ധിയുടെ നെറുകയിൽ കഴിഞ്ഞാലും, പരിശുദ്ധാത്മാവ് ഈ ദൂതിൽ നിങ്ങളെ വിരൽ ചൂണ്ടി പറയുന്നു, നിങ്ങൾ പ്ലാൻ ചെയ്തതെല്ലാം കല്ലറയ്ക്കിപ്പുറത്തേക്ക് വേണ്ടിയാണ്. എന്നാൽ കല്ലറയ്ക്കപ്പുറം അത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ആഴമായി സ്വയം ചോദിക്കൂ. മനസാക്ഷിക്കുത്ത് ഒന്നുണ്ടെങ്കിൽ അന്ധക്കരണത്തോട് ഉൾവിളിയോടെ ചോദിക്കൂ, കല്ലറയ്ക്കപ്പുറത്തിന് വേണ്ടി എന്തെങ്കിലും തയ്യാറായിട്ടുണ്ടോ? പഴയ ഭക്തന്മാർ പാടിയൊരു പാട്ടുണ്ട്, പോയൊരു ദിവസം അതുപോലെ ഈ ഭൂവിലെ വാസവും നീങ്ങിപ്പോവും, നീ അത് ധ്യാനിച്ചീശങ്കൽ ആശ്രയം പുതുക്കണം ഈ ക്ഷണത്തിൽ. ക്രിസ്തന്റെ കാഹളമൂതും ധ്വനി കേൾക്കുമോ ഈ ദിനമാരറിഞ്ഞു, വിശ്രമവാസത്തിൽ ആകുമോ നാം ഏതിനും ഒരുങ്ങുകന്നാത്മാവേ. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നാളെയാട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കൽ മാർട്ടിൻ ലൂഥർ ഒരു ദർശനം കണ്ടു. ദർശനത്തിൽ പൈശാചിക ശക്തികൾ ഒരുമിച്ച് ആലോചിച്ചിട്ട് സാത്താൻ്റെ കിങ്കരന്മാർ പറയുന്നു, ഏറ്റവും നല്ല ഉപാധി ഇതാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുദപിച്ച് തീരുമാനമെടുക്കാൻ വ്യക്തികൾ തയ്യാറാകും. അപ്പോൾ ചെവിയിൽ ചെന്ന് മന്ത്രിക്കണം, നാളെയാട്ടെ എന്ന്. അങ്ങനെ പ്രവർത്തിച്ച് ഞങ്ങളുടെ അടുക്കൽ നിരവധി ആളുകൾ ആ പള്ളിയിൽ നിന്നെത്തി. ഇനിയും ചിലർ കൂടെയുണ്ട്, അവരും അധികം താമസിക്കാതെ ഇവിടെ എത്തും എന്ന് ഒരു പിശാചിൻ്റെ വാക്ക് പ്രധാന പൈശാചിക ശക്തി കേട്ടപ്പോൾ അത് തന്നെയാണ് നല്ല ഉപാധി എന്ന് പ്രധാന സാത്താൻ പ്രതിവചിച്ചത് മാർട്ടിൻ ലൂഥർ തൻ്റെ കഥകൾ എഴുതിയിട്ടുണ്ട്. ഈ ദൂത് നിങ്ങളുടെ മുൻപിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നാളെയാട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയം ഒരു അറസ്റ്റ് വാറന്റ് പോലെ മരണം നിങ്ങളെ തേടിയെത്തിയാൽ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ബില്ലി ഗ്രഹാമിൻ്റെ സുവിശേഷ യോഗം നടക്കുകയാണ്. യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു കാറിൽ അതിൻ്റെ മുൻപിൽ കൂടി ഓടിച്ചു പോകുന്നു. അവൾ കാർ അല്പമൊന്ന് നിർത്തി. സ്തോത്രം. അവളുടെ കാറിൻ്റെ ഗ്ലാസ് ഒന്ന് താഴ്ത്തി. അവളുടെ കയ്യിലെ ഡയറി എടുത്തു. ഡയറിയിലെ പോക്കറ്റിൽ കരുതിയ ഡയറിയിലേക്ക് അവൾ ഇങ്ങനെ എഴുതി, ഈ യേശുവിനെ എനിക്ക് വേണം. കല്ലറ വരെ കൈപിടിച്ച് നടത്താനും കല്ലറയ്ക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുവാനും കല്ലറയ്ക്കപ്പുറം ഉറപ്പിച്ചു തരാനും കഴിവുള്ള ഏക വ്യക്തിയായ യേശുവിനെ എനിക്ക് വേണം. പക്ഷേ ഇന്ന് ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു. ഇന്ന് കണ്ടതിന് ശേഷം നാളെ മുതൽ ഞാൻ അവനെ അനുഗമിച്ചു കൊള്ളാം. പക്ഷേ അടുത്ത ജംഗ്ഷൻ ഈ കാർ പാസ് ചെയ്യുമ്പോൾ ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ച് ചിതറിയ ഡെഡ് ബോഡി പോലീസുകാർ വെട്ടിപ്പൊളിച്ച വണ്ടിക്കകത്ത് നിന്ന് വലിച്ചിറക്കുമ്പോൾ അവളുടെ മടിയിൽ നിന്ന് ഈ ഡയറി താഴെ വീണു. പോലീസുകാർ നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നു, ഈ യേശുവിനെ എനിക്ക് വേണം. കല്ലറ വരെ കൊണ്ടു നടക്കാനും കല്ലറയ്ക്കപ്പുറത്തേക്ക് കൈപിടിക്കാനും കഴിവുള്ള യേശുവിനെ എനിക്ക് വേണം. അപ്പോൾ പോലീസുകാർ തമ്മിൽ പറഞ്ഞതായി ഇങ്ങനെ പറയപ്പെടുന്നു, ഈ
ഇപ്പോൾ മുതൽ എന്നായിരുന്നെങ്കിൽ അവൾ രക്ഷപ്പെട്ടേനെയും. സിനിമ കണ്ടിട്ടാട്ടെ എന്ന് ചിന്തിച്ചതാണ് അവളുടെ ദുരന്ത കാരണം. ഈ വചനം നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനം ഇപ്പോൾ എന്നാണെങ്കിൽ നിങ്ങളുടെ രക്ഷ ആരംഭിച്ചു. അല്ല, പിന്നാട്ടെ എന്ന് വിചാരിച്ചാൽ ദുരന്തത്തിൻ്റെ തുടക്കമായിരിക്കും. അതുകൊണ്ട് ഈ വചനം നിങ്ങളെ തേടി നിങ്ങളുടെ മുൻപിലെത്തിയിരിക്കുന്നു. കല്ലറയ്ക്കിപ്പുറമോ കല്ലറയ്ക്കപ്പുറമോ വ്യക്തിപരമായി തീരുമാനമെടുക്കാൻ, യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ, ഹൃദയത്തിൻ്റെ കവാടം തുറക്കാൻ പരിശുദ്ധാത്മാവ് തരുന്ന സുവർണാവസരം, അസുലഭ സമയമാണിപ്പോൾ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ കരം നിങ്ങളുടെ മാറോട് അടുക്കിപ്പിടിക്കുക. ഹൃദയം തുറന്ന് യേശുവിൻ്റെ മുൻപിൽ സമർപ്പിക്കുക. 50 വയസ്സ് കഴിഞ്ഞില്ലേ? അല്ല, 65 ആയില്ലേ? 70 ആയില്ലേ? പല രോഗങ്ങളും ബലഹീനതയോടെ ശരീരത്തിന്മേൽ ലക്ഷണം വെച്ചുക തുടങ്ങിയില്ലേ? എത്ര ദിവസങ്ങളുണ്ട് ഇനിയും ഈ മണ്ണിലെ യാത്രയെന്ന് അറിയില്ലല്ലോ. ഇന്ന് തീരുമാനമെടുക്കുന്ന, സ്വന്തം തീരുമാനം ദൈവസന്നിധിയിൽ ഉറപ്പിക്കുന്ന ഒരു പകലാണെങ്കിൽ, ഒരു രാത്രിയാണെങ്കിൽ, ഈ സമയം വ്യക്തിപരമായി തീരുമാനമെടുക്കുക. യേശുവിനോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും തേങ്ങലോടെ പ്രാർത്ഥിക്കുക. യേശുവേ, ഞാൻ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വരുന്നു. എനിക്ക് നിന്നെ വേണം. എൻ്റെ ജീവിതം കല്ലറയ്ക്കിപ്പുറമല്ല ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ ജീവിതം അങ്ങയോടുകൂടെ കല്ലറയ്ക്കപ്പുറം ഞാൻ പ്ലാൻ ചെയ്യുന്നു. പരിശുദ്ധ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൈമാറുന്നു. കല്ലറയ്ക്കിപ്പുറത്ത് മാത്രം പ്ലാൻ ചെയ്ത് മൂഢൻ എന്ന വിളിക്കോഹരിക്കാരനായവനെ പോലെ സംഭവിക്കാതെ കല്ലറയ്ക്കപ്പുറം പ്ലാൻ ചെയ്ത് ധന്യൻ ആയിത്തീരേണ്ടതിന് ഈ പ്രിയപ്പെട്ടവരുടെ മേൽ കൃപ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആ വിടുതൽ അവർക്കായി പ്രതിഫലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കിയതിൽ നന്ദി പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.